ന്യൂസ് ടുഡേയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. Flexi Life Easy Electronics and Home Appliances. രണ്ടാം ഘട്ട തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പ്രചാരണത്തിന് ആവേശകരമായ കൊട്ടിക്കലാശം. 7 ജില്ലകൾ മറ്റന്നാൾ പോളിംഗ് ബൂത്തിലേക്ക്. ഒന്നാം ഘട്ടത്തിൽ 77.83% പോളിംഗ് എന്ന് കണക്ക്. കോൺഗ്രസിലെ ഗ്രൂപ്പ് പോര് ഭരണത്തിൽ വിനയായി എന്ന് കൊച്ചി ഡെപ്യൂട്ടി മേയർ ഭദ്ര. അസഹിഷ്ണുത ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് രാഷ്ട്രപതി ഭവനിലേക്ക് കോൺഗ്രസ് മാർച്ച്. പ്രധാനമന്ത്രിയുടെ മൗനത്തെ വിമർശിച്ച് സോണിയയും രാഹുലും. അസഹിഷ്ണുത എങ്ങുമില്ലെന്ന് അരുൺ ജെയ്റ്റ്ലി. പുരസ്കാരങ്ങൾ മടക്കിക്കൊടുക്കുന്നതിനെ എതിർത്ത് കമൽഹാസൻ. ഷാരൂഖ് ഖാൻ പാകിസ്ഥാൻ ഏജന്റ് എന്ന് സാധ്വി പ്രാച്ചി. DGP ജേക്കബ് തോമസും സർക്കാരും നേർക്കുനേർ. അച്ചടക്ക ലംഘനം നടത്തിയതിന് തെളിവെവിടെയെന്ന് ചീഫ് സെക്രട്ടറിയോട് ജേക്കബ് തോമസ്. ബാർ കോഴക്കേസിൽ സ്വകാര്യ അഭിഭാഷകരിൽ നിന്ന് നിയമോപദേശം നേടിയതിന് പണം നൽകാൻ കഴിയില്ല എന്ന് നിയമവകുപ്പ്. മാണിയെ മുഖ്യമന്ത്രിയാക്കാതിരിക്കാനാണ് ബാർ കോഴ ആരോപണം ഉന്നയിച്ചതെന്ന് PC ജോർജ്. ശാശ്വതീകാനന്ദയുടെ കൊലപാതകത്തിൽ സൂക്ഷ്മാനന്ദയ്ക്ക് പങ്കെന്ന് ബിജു രമേശ്. കൊല ആസൂത്രണം ചെയ്തത് വെള്ളാപ്പള്ളിയും സൂക്ഷ്മാനന്ദയും. മഠാധിപതിയാക്കാമെന്ന് സൂക്ഷ്മാനന്ദയ്ക്ക് വെള്ളാപ്പള്ളി വാക്കു നൽകി. ഛോട്ടാ രാജനെ ഇന്ന് രാത്രി ഇന്ത്യയിൽ എത്തിച്ചേക്കും. ദാവൂദ് ഇബ്രാഹിമുമായി മുംബൈ പോലീസിന്റെ ഉന്നതർക്ക് ബന്ധമുണ്ടെന്ന് ഛോട്ടാ രാജൻ. ഭീകരതയ്ക്കെതിരായ പോരാട്ടം തുടരും. സർക്കാരും DGP ജേക്കബ് തോമസും തുറന്ന പോരിലേക്ക്. ചീഫ് സെക്രട്ടറി ചോദിച്ച വിശദീകരണത്തിന് മറുചോദ്യവുമായി ജേക്കബ് തോമസ് മറുപടി നൽകി. ചട്ടലംഘനത്തിന് നോട്ടീസ് അയച്ചത് എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണെന്നും താൻ ചെയ്ത തെറ്റെന്താണെന്നും ജേക്കബ് തോമസ് മറുപടിയിൽ ഉന്നയിച്ചു. എന്നാൽ ഇപ്പോൾ തെളിവ് നൽകാനുള്ള സാഹചര്യമില്ലെന്നും ഇത് പ്രാഥമിക അന്വേഷണം മാത്രമാണെന്നും ചീഫ് സെക്രട്ടറി ജേക്കബ് തോമസിന് മറുപടി നൽകി. ബാർക്കോഴ കേസിൽ വിജിലൻസ് കോടതി വിധി വന്നയുടനെ സത്യം ജയിച്ചു എന്നായിരുന്നു ജേക്കബ് തോമസിന്റെ പ്രതികരണം. സർക്കാരിനോട് അനുമതി വാങ്ങാതെ മാധ്യമങ്ങളോട് സംസാരിച്ചതിനും സർക്കാരിനെതിരാകുമെന്ന് തോന്നുന്ന വാക്കുകൾ ഉപയോഗിച്ചത് ഏത് സാഹചര്യത്തിലാണെന്ന് വിശദീകരിക്കണമെന്നും ചൂണ്ടിക്കാട്ടിയാണ് ചീഫ് സെക്രട്ടറി ജേക്കബ് തോമസിന് നോട്ടീസ് നൽകിയത്. എന്നാൽ ഇതിന് ജേക്കബ് തോമസ് മറുപടി നൽകിയില്ല. തുടർന്ന് ഇന്നലെ വൈകിട്ടോടെ ചീഫ് സെക്രട്ടറി വീണ്ടും ജേക്കബ് തോമസിന് നോട്ടീസ് നൽകി. 15 ദിവസത്തിനകം നേരത്തെ ചോദിച്ച ചോദ്യങ്ങൾക്ക് വിശദീകരണം നൽകണമെന്നാണ് നോട്ടീസിൽ പറഞ്ഞിരുന്നത്. ഇതോടെ മറുചോദ്യവുമായി ചീഫ് സെക്രട്ടറി ആദ്യം അയച്ച നോട്ടീസിന് ജേക്കബ് തോമസ് മറുപടി നൽകി. എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് തന്നോട് വിശദീകരണം ചോദിച്ചതെന്നും താൻ ചെയ്ത തെറ്റെന്താണെന്നുമാണ് ജേക്കബ് തോമസ് ചോദിച്ചിരിക്കുന്നത്. എന്നാൽ തെളിവ് നൽകാനുള്ള സാഹചര്യം ഇതല്ലെന്നും ഇത് പ്രാഥമിക അന്വേഷണം മാത്രമാണെന്നും ചീഫ് സെക്രട്ടറി ജേക്കബ് തോമസിന് മറുപടി നൽകി. എന്തായാലും ജേക്കബ് തോമസിനെതിരെ നടപടി വേണമെന്ന് മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് അഭിപ്രായമുള്ള സാഹചര്യത്തിൽ അച്ചടക്ക ലംഘനം ചൂണ്ടിക്കാട്ടി ജേക്കബ് തോമസിനെതിരെ നടപടിയുണ്ടാകാൻ സാധ്യതയുണ്ട്. റിപ്പോർട്ടർ, തിരുവനന്തപുരം. വിഷയത്തിൽ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ശ്രീ VS സുനിൽകുമാർ MLA, ശ്രീ ജോസഫ് C. മാത്യു, അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA എന്നിവർ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ശ്രീ CP നായർ, മുൻ ചീഫ് സെക്രട്ടറി, അദ്ദേഹവും ഈ ചർച്ചയിൽ പങ്കെടുക്കും. ആദ്യം ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ. മാധ്യമങ്ങളോട് അനുമതിയില്ലാതെ സംസാരിച്ചതിന് ഷോക്കോസ് നോട്ടീസ് നൽകിയിരുന്നു ജേക്കബ് തോമസിന്. അതിന് എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് എനിക്ക് ഇങ്ങനെ ഒരു നോട്ടീസ് നൽകിയിരിക്കുന്നത് എന്ന് മറുപടി ചോദിക്കുകയാണ് ചീഫ് സെക്രട്ടറിയോട് ജേക്കബ് തോമസ്. ഇത് അഭൂതപൂർവമായ സാഹചര്യമാണ്. ഇത് ആശാസ്യമാണോ? അത് അഭൂതപൂർവമാണ്, അസാധാരണമാണ്. ചട്ടങ്ങളുടെ വളരെ കൃത്യമായ നിർവചനത്തിൽ ജേക്കബ് തോമസിൻ്റെ നിലപാട് ശരിയല്ല എന്ന് തോന്നിയേക്കാം. പക്ഷേ അങ്ങനെയും ചില നിലപാടുകൾ ചില സമയങ്ങളിൽ ആവശ്യമായി വരും. പൊതു താല്പര്യം മുൻനിർത്തി ചില ചോദ്യങ്ങൾ ചോദിക്കുന്നതിന്, ചില വർത്തമാനങ്ങൾ നടത്തുന്നതിന് ഉദ്യോഗസ്ഥന്മാർ തയ്യാറാകേണ്ട സാഹചര്യമുണ്ട്. ഇവിടെ ജേക്കബ് തോമസിനെതിരെ 2 നോട്ടീസുകളുണ്ട്. ആ 2 വിഷയങ്ങളിലും അദ്ദേഹം പൊതു താല്പര്യം മുൻനിർത്തി ചില കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. ആദ്യത്തേത് ബിൽഡർമാരുടെ റാക്കറ്റിനെ കുറിച്ച് പറയുന്നു. രണ്ടാമത് വിജിലൻസ് കോടതി വിധിയെ അദ്ദേഹം സ്വാഗതം ചെയ്തു. സത്യമേവ ജയതേ എന്ന് അദ്ദേഹം പറഞ്ഞു. ഇത് രണ്ടും അത്ര കഠിനമായ സർവീസ് ചട്ട ലംഘനമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. അഡ്വക്കേറ്റ് സണ്ണി ജോസഫ്, എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് എനിക്കെതിരെ നോട്ടീസ് അയച്ചിരിക്കുന്നത് എന്നാണ് ഈ ഷോക്കോസ് നോട്ടീസിനുള്ള മറുപടിയിൽ സർക്കാരിനോട് DGP ജേക്കബ് തോമസ് ചോദിച്ചിരിക്കുന്നത്? അത് തീവ്രമായ, നിശ്ചിതമായ ഒരു പരിഹാസം കൂടിയാണ്. എന്ത് ആരോപണമുണ്ടെങ്കിലും എന്താണ് തെളിവ് എന്ന് ചോദിക്കുന്നത് മുഖ്യമന്ത്രിയും KM മാണിയും ഈ സർക്കാരുമൊക്കെ ആണല്ലോ. അതിന് അങ്ങോട്ടൊരു മറുപടി ഇല്ലില്ല. ഇതൊരു അച്ചടക്കമുള്ള സേനയുടെ തലപ്പത്ത് നിൽക്കുന്ന ആളാണ്. അദ്ദേഹത്തിന് അച്ചടക്കം പാലിക്കാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ്. അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരും സേനാംഗങ്ങളും അച്ചടക്കം പാലിക്കുന്നു എന്ന് ഉറപ്പുവരുത്താനും അദ്ദേഹം ബാധ്യസ്ഥനാണ്. അങ്ങനെയുള്ള വ്യക്തി ഒരു രാഷ്ട്രീയ പ്രവർത്തകന്റെ അവകാശാധികാരത്തോടു കൂടി, സ്വാതന്ത്ര്യത്തോടു കൂടി ഈ കാര്യങ്ങളിൽ പ്രതികരിക്കാൻ പാടില്ല. അതൊരു ഡിസിപ്ലിന്റെ ഫോഴ്സിന്റേതായിട്ടുള്ള ഉത്തരവാദിത്വത്തിൽ നിന്നുകൊണ്ട് മാത്രമേ സംസാരിക്കാൻ കഴിയുള്ളൂ. ശ്രീ സണ്ണി ജോസഫ്, ഇത് മാത്രമല്ല, അദ്ദേഹം കഴിഞ്ഞ ദിവസം DGPയുടെ ഒരു പ്രസ്താവനയ്ക്ക് ശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോൾ
പോക്കറ്റിൽ നിന്നൊരു കറുത്ത സെല്ലോ ടേപ്പ് ഉയർത്തി കാണിച്ചിട്ട് നിങ്ങളെ കാണുമ്പോൾ ഇത് വായിൽ ഇങ്ങനെ ഒട്ടിക്കണം എന്ന് കരുതിയതാണ്. പക്ഷേ മാധ്യമങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളെ കാര്യങ്ങൾ അറിയിക്കുന്ന ആളുകളാണല്ലോ, അതുകൊണ്ട് വേണ്ട എന്ന് തീരുമാനിച്ചു എന്ന് പറയുന്നതും അതിനിശിതമായ പരിഹാസമാണ്. ഇന്നത്തേതും നിശിതമായ പരിഹാസമാണ്. സർക്കാർ ഈ പരിഹാസങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇല്ല, അതിന് നടപടികൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നോട്ടീസ് അയച്ചിട്ടുള്ളത്. ആ നോട്ടീസിന് അദ്ദേഹം എക്സ്പ്ലനേഷൻ നൽകി. ഈ പരിഹാസത്തിന്റെ ഭാഷയിൽ സംസാരിക്കുന്നതിന് പകരം ലീഗലായിട്ട് പ്രൊസീജിയറലായിട്ട് അദ്ദേഹത്തിന് മറുപടി നൽകാനുള്ളത് അദ്ദേഹത്തിന് വേണമെങ്കിൽ ഈ നോട്ടീസിലെ ആക്ഷേപങ്ങളെ നിഷേധിച്ചുകൊണ്ട് പറയാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാഗങ്ങൾ ന്യായീകരിക്കുന്ന തരത്തിൽ പറയാം. പക്ഷെ നിഷേധിക്കൊന്നുമില്ല, സമ്മതിക്കുന്നതിന് തുല്യമാണ്. എന്ത് തെളിവെന്ന് ചോദിച്ചു. തെളിവുണ്ടല്ലോ, അദ്ദേഹം പത്രസമ്മേളനം പത്രക്കാരെ കാണേണ്ട വ്യക്തിയല്ല. പോലീസ് സേനയുടെ തലപ്പത്ത് നിൽക്കുന്ന, തലപ്പത്തെന്ന് പറഞ്ഞാൽ DGP അല്ലെങ്കിൽ പോലും ADGP ആയി നിൽക്കുന്ന വ്യക്തിക്ക് ചില നിബന്ധനകൾ അല്ലെങ്കിൽ ചില നിഷ്കർഷതയുണ്ട്, ഡിസിപ്ലിൻഡ് ആയിരിക്കണം എന്ന കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രവർത്തകനല്ല എന്ന് തന്നെയാണ് ഇതിന്റെ അടിസ്ഥാനം. അത് അദ്ദേഹത്തിന് വേണമെങ്കിൽ ആ സേനയിൽ നിന്ന് മാറി നിന്നിട്ട് അദ്ദേഹത്തിന് ഈ ഇഷ്യൂവിൽ അദ്ദേഹത്തിന്റെ നിലപാട് സ്വീകരിക്കാം. ശരി, തുടരുക ശ്രീ സണ്ണി ജോസഫ്. ശ്രീ VS സുനിൽകുമാർ MLA DGP പദവിയിൽ ഇരിക്കുന്ന ഒരു IPS ഉദ്യോഗസ്ഥനാണ് ജേക്കബ് തോമസ്. അദ്ദേഹം രാഷ്ട്രീയ പ്രസ്താവനകൾ നടത്താൻ പാടുള്ളതല്ല. സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിലോ പൊതുസമൂഹത്തിനോ മുന്നിലോ പറയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞാൽ അത് ചട്ടലംഘനമാണ്. ഇവിടെ ഒരു തവണയോ 2 തവണയോ അല്ല, തീരുമാനിച്ചുറപ്പിച്ച് ആവർത്തിച്ച് സർക്കാരിനെതിരെ നിശിതമായ പരിഹാസവും വിമർശനവും അഴിച്ചുവിടുകയാണ്. ഈ ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കാതെ ഏതെങ്കിലും ഒരു സർക്കാരിന് മുന്നോട്ട് പോകാൻ സാധിക്കുമോ? അതിൽ അഭിലാഷ്, ഇതിനകത്തുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ഉദ്യോഗസ്ഥൻ ചെയ്യുന്നത് തെറ്റാണോ ശരിയാണോ എന്ന് ചോദിച്ചാൽ അതിനകത്ത് ചട്ടലംഘനമൊക്കെ ഉണ്ടാകും. പക്ഷേ ഈ സർക്കാരിൽ ഇതും ഇതിനപ്പുറത്തും നടക്കും. ഇനി വീണ്ടും ഉദ്യോഗസ്ഥന്മാർ ഇതുപോലെയുള്ള പല ചട്ടലംഘനവും നടത്തേണ്ടി വരും. കാരണം ഈ ഗവൺമെൻറ് ചെയ്തിരിക്കുന്ന അവരുടെ ഭരണത്തിലൂടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ഇവിടെ റൂൾ ഓഫ് ലോ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. നിയമവാഴ്ചയില്ലാത്ത ഒരു ഗവൺമെൻറ്റാണ്. നിയമകാര്യ മന്ത്രി തന്നെ നിയമം ലംഘിക്കുന്നു, നിയമകാര്യ മന്ത്രി തന്നെ കൈക്കൂലി വാങ്ങിയ കേസിൽ പ്രതിയാകുന്നു, കേരളത്തിലെ മുഖ്യമന്ത്രി തന്നെ വിജിലൻസ് കേസിൽ പ്രതിയാകുന്നു, മറ്റ് മന്ത്രിമാരെല്ലാം ഇതുപോലെയുള്ള രാഷ്ട്രീയ ധാർമ്മികത, ജനാധിപത്യ ധാർമ്മികത, നിയമം തുടങ്ങിയ കാര്യങ്ങളെല്ലാം പുല്ലുവില വെച്ചുകൊണ്ട് അധികാര രാഷ്ട്രീയത്തിൻ്റെ കേവലം വക്താക്കൾ മാത്രമായി നടക്കുന്ന ഒരു മന്ത്രിയും മന്ത്രിസഭയും കേരളം ഭരിക്കുമ്പോൾ അതിന് കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാർ, പ്രത്യേകിച്ച് അവർ സത്യസന്ധന്മാരാണെങ്കിൽ, ഇവന്മാരെയെല്ലാം പുല്ല് വില വയ്ക്കാൻ അവർ ബാധ്യസ്ഥരാകേണ്ടി വരും. അത് നമ്മുടെ ഇതുവരെയുള്ള കീഴ്വഴക്കങ്ങൾക്ക് ലംഘനമായേക്കാം. നമ്മൾ അതിനെ തലനാരിന് കീഴിൽ പരിശോധിക്കുമ്പോൾ ജേക്കബ് തോമസ് ചെയ്യുന്ന തെറ്റാണെന്നൊക്കെ ചിലപ്പോൾ പറയാൻ പല അവസരങ്ങളുണ്ടെങ്കിലും ജേക്കബ് തോമസ് പറഞ്ഞ തെറ്റെന്താണ്? ജേക്കബ് തോമസ് പറഞ്ഞ കാര്യം എന്താ? സത്യം ജയിച്ചു എന്ന് പറഞ്ഞു. സത്യം ജയിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞ വില തെറ്റുണ്ടോ? മാണി കൈക്കൂലി വാങ്ങിയെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ നേരത്തെ അങ്ങനെയാണെങ്കിൽ ജിജി തോമസ് നേരത്തെ പാമോയിൽ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞ കാര്യം ഇവരെ കേട്ടിട്ടുണ്ടായിരുന്നില്ലേ? അപ്പൊ എന്തായിരുന്നു ഇവരുടെ നിലപാട്? ഇതിനു മുമ്പ് പല ഉദ്യോഗസ്ഥന്മാരും ഇതുപോലെ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ഇവിടെ അങ്ങനെ ഉദ്യോഗസ്ഥന്മാർ സംസ്ഥാനത്ത് ഒരു തരത്തിലും സർക്കാരിനെ വില വെക്കാത്ത ഉദ്യോഗസ്ഥരാണോ ഉള്ളത്? ആ വില സർക്കാർ സ്വയം കളയുന്നതാണോ? ഇവിടെ ഇപ്പോൾ ശ്രീ VS സുനിൽകുമാർ സൂചിപ്പിച്ച പാമോയിൻ കേസുമായി ബന്ധപ്പെട്ട ജിജി തോമസിന്റെ പരാമർശം, ഞാൻ അന്ന് ആ പാമോയിൽ ഇറക്കുമതി കരാറിനെ എതിർത്തതായിരുന്നു എന്നാണ് ജിജി തോംസൺ പറഞ്ഞത്. അതുമാത്രമല്ല, ദേശീയ ഗെയിംസ് നടന്നുകൊണ്ടിരിക്കെ ദേശീയ ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിനെ സംബന്ധിച്ച് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത് ഡിസ്ഗസ്റ്റഡ് എന്നാണ്. ഗെയിൽ പൈപ്പ് ലൈൻ സംബന്ധിച്ച്, അറബിക് സർവകലാശാല സംബന്ധിച്ച് ചീഫ് സെക്രട്ടറി തന്നെ എത്രയോ അനുമതിയില്ലാത്ത വിവാദമായ പൊതുപ്രസ്താവനകൾ നടത്തിയിരിക്കുന്നു. DGP TP സെൻകുമാറും അക്കാര്യത്തിൽ മോശമല്ല. ടോമിൻ തച്ചങ്കരി IPS ഉദ്യോഗസ്ഥനാണല്ലോ, അദ്ദേഹം കൺസ്യൂമർ ഫെഡ് സംബന്ധിച്ച് എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു. അവരൊക്കെ അങ്ങനെ വലിയ നടപടിയൊന്നും നേരിട്ടിട്ടില്ല. ഇല്ലില്ല, ടോമിൻ തച്ചങ്കരിയെ നമുക്കറിയാം, നടപടി നേരിട്ട് സസ്പെൻഷൻ തന്നെ വിധേയനായിട്ടുള്ളതാണ്. അല്ല, അത് മുൻപല്ലേ? ഇപ്പോ അദ്ദേഹത്തെ കൺസ്യൂമർ ഫെഡിൽ നിന്ന് മാറ്റിയത് അതുകൊണ്ടല്ലോ. മാറ്റിയിട്ടുണ്ട്, അതുൾപ്പെടെയുള്ള കാരണങ്ങൾ കൊണ്ട് മാറ്റിയിട്ടുണ്ട്. ഇവിടെ ഇപ്പൊ സുനിൽകുമാർ തന്നെ സമ്മതിച്ചത് എന്താണ്? ഇപ്പൊ ജേക്കബ് തോമസിന്റെ പ്രസ്താവനയും അദ്ദേഹത്തിന്റെ നിലപാടുകളും തലനാര ഇഴകീറി പരിശോധിച്ചാൽ അത് അച്ചടക്ക ലംഘനമാകാം എന്ന് തന്നെ സുനിൽകുമാർ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തകനാണെങ്കിൽ അദ്ദേഹം ഓപ്പണായിട്ട് അതിലേക്ക് വരട്ടെ. അദ്ദേഹം പോലീസ് സേനയുടെ തലപ്പത്ത് നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിന്റെ പരസ്യ പ്രസ്താവനകൾക്ക് അതിൻ്റെതായ പരിമിതിയുണ്ട്. പോലീസ് സേന പ്രത്യേകിച്ച് ഒരു ശിക്ഷിത സേനയാണ്. തീർച്ചയായും ശ്രീ സണ്ണി ജോസഫ് അത് അംഗീകരിക്കുന്നു. ജേക്കബ് തോമസിന്റെ പരസ്യ നിലപാടുകൾ അച്ചടക്ക ലംഘനമല്ല എന്ന് ഒരു പക്ഷേ ആരും പറയുകയുണ്ടാകില്ല. അച്ചടക്ക ലംഘനം തന്നെയാണ്. പക്ഷേ ആ അച്ചടക്ക ലംഘനത്തിലേക്ക് നയിക്കുന്നത് എന്താണ് എന്നുള്ളതാണല്ലോ പ്രശ്നം. ഈ ജേക്കബ് തോമസ് അങ്ങനെ മാധ്യമങ്ങളോട് സംസാരിച്ച് കണ്ടിട്ടില്ല. കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിന് മുൻപ് സെപ്റ്റംബർ 17 ഒരു വാർത്താ സമ്മേളനം നടത്തി
സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ഉദ്യോഗസ്ഥനെ വെച്ചു പൊറുപ്പിക്കാൻ സാധിക്കില്ല എന്ന് പ്രഖ്യാപിച്ചത് മുഖ്യമന്ത്രിയാണ്. ക്യാബിനറ്റ് ബ്രീഫിംഗിനിടെ ഈ ഉദ്യോഗസ്ഥനെ കുറിച്ച് അതിനിശ്ചിതമായ പൊതുപ്രസ്താവനകൾ നടത്തിയത് മുഖ്യമന്ത്രിയാണ്. അതിന് മറുപടിയായാണ് ആദ്യം ഈ അച്ചടക്ക ലംഘനം എന്ന ആരോപിക്കാവുന്ന, ഞാൻ ജനങ്ങൾക്ക് വേണ്ടി ജനതാൽപര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഫയർഫോഴ്സ് മേധാവിയായിരിക്കുന്ന നിലപാടുകൾ എടുത്തത് എന്ന് അദ്ദേഹം വിശദീകരിച്ചത്. അല്ലല്ല, അതിന് അദ്ദേഹത്തിന് ആ റൈറ്റ് ഇല്ല. ഇതൊരു വീണ്ടും ഒറ്റ പോയിന്റേ ഉള്ളൂ. അദ്ദേഹം ഒരു ശിശുത സേനയിലെ അംഗമാണ്. അദ്ദേഹത്തിന് പരിമിതികളുണ്ട്. അദ്ദേഹത്തിന്റെ പരസ്യ നിലപാടുകളിൽ പരിമിതിയുണ്ട്. അദ്ദേഹത്തിന് വേണമെങ്കിൽ പേഴ്സണൽ എക്സ്പ്ലനേഷൻ കൊടുക്കാം. മാധ്യമങ്ങളുടെ മുൻപിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നതിന് പരിമിതിയുണ്ട്. സർക്കാരിനെതിരെ പറയുന്നത് തീർത്തും തെറ്റാണ്. അതിൻ്റെതായ നോട്ടീസ് നടപടികളുമാണ് ഇപ്പോൾ ഗവൺമെന്റ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീ ജോസഫ് സി മാത്യു, ഒരു ശിക്ഷിത സേനയിലെ ഉദ്യോഗസ്ഥൻ, അച്ചടക്കം ആവശ്യമുള്ള ഉദ്യോഗസ്ഥൻ സർക്കാരിനെ നിരന്തരം പ്രതികൂട്ടിലാക്കുന്നു എന്നുള്ളതാണ് സർക്കാരിനെ സംബന്ധിച്ചുള്ള ബുദ്ധിമുട്ട്. ഉദ്യോഗസ്ഥനെ വെച്ചു പൊറുപ്പിക്കില്ല എന്ന് ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രി തന്നെയും പ്രഖ്യാപിച്ചിട്ടും ഉള്ളതാണ്. നടപടിയെടുക്കാതെ ഈ സർക്കാരിനെ സംബന്ധിച്ച് അന്തസ്സായി മുന്നോട്ട് പോകാൻ സാധിക്കുമോ? അഭിലാഷേ, നടപടി എടുത്താലും അന്തസ്സായി മുന്നോട്ട് പോകാൻ കഴിയില്ല. ഞാൻ അതിലേക്ക് എൻ്റെ അഭിപ്രായങ്ങൾ പറയുന്നതിന് മുൻപ് ഇവിടെ പറഞ്ഞ ചില അഭിപ്രായങ്ങളിലുള്ള എൻ്റെ വ്യത്യസ്ത അഭിപ്രായം കൂടി പറയട്ടെ. ജേക്കബ് തോമസ് ഒരു അച്ചടക്ക ലംഘനവും നടത്തിയിട്ടില്ല. പറയുന്നത് ഞാനല്ല, സുപ്രീം കോടതിയാണ് ഇന്ത്യയുടെ. അതിൻ്റെ കാരണം ചട്ടം 7 എന്തൊക്കെയാണ് ഇവരുടെ കോഡ് ഓഫ് കോണ്ടക്റ്റിനെ കുറിച്ച് പറയുന്ന, അച്ചടക്ക ലംഘനത്തെക്കുറിച്ച് പറയുന്ന റൂൾ 7 ആണ്. അതിൽ 3 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, ഗവൺമെൻറ്റിൻ്റെ റീസെൻ്റ് ആക്ഷൻസിൻ്റെയും പോളിസിയെയും ക്രിട്ടിസൈസ് ചെയ്ത് സംസാരിക്കുക. 2, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളും തമ്മിലുള്ള ഫെഡറൽ സംവിധാനത്തെ ബാധിക്കുന്ന തരത്തിലുള്ള കമൻറ്റ് നടത്തുക. 3, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും അന്യരാജ്യങ്ങളുമായിട്ടുള്ള ബന്ധത്തെ ഉലയ്ക്കുന്ന തരത്തിൽ സംസാരിക്കുക. ഇതിനെക്കുറിച്ച് ഇന്ന് പ്രതിപക്ഷ നേതാവ് കോട്ട് ചെയ്തിരിക്കുന്ന 2014 ജസ്റ്റിസ് ചെല്ലമേശ്വറിൻ്റെ ഉൾപ്പെടുന്ന ബെഞ്ചിൻ്റെ വിധിയിലെ ന്യായം മാത്രം ഞാൻ വായിക്കാം. അലിഗേഷൻസ് ഓഫ് മാൽ അഡ്മിനിസ്ട്രേഷൻ ഇൻ അവർ ഒപ്പീനിയൻ do not fall within the ambit of any of the above mentioned 3 categories. മാൽ അഡ്മിനിസ്ട്രേഷനെ കുറിച്ചല്ലാതെ വേറെ എന്തിനെക്കുറിച്ചെങ്കിലും ഇവിടെ ശ്രീ ജേക്കബ് തോമസ് പറഞ്ഞോ? ഇത് 2014 സെപ്റ്റംബറിലെ സുപ്രീം കോടതി വിധിയാണ്. അതുപോലെ ശ്രീ സണ്ണി ജോസഫ് ഇവിടെ പറഞ്ഞു ഇതൊരു ശിക്ഷിത സേനയാണ്, രാഷ്ട്രീയക്കാർക്കുള്ള അവകാശമൊന്നും ഈ സേനയ്ക്കില്ല എന്ന് പറയുന്നു. അതിനെക്കുറിച്ചും ഞാൻ പറയുന്നില്ല, ഈ ജഡ്ജ്മെന്റിലെ ഇത് ഞാൻ കോട്ട് ചെയ്യാം. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിക്ലെയർസ് ദാറ്റ് ഇന്ത്യ ഈസ് എ സോവറിൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. The requirement of such democratic republic is that every action of the state is to be informed with reason. State is not a hierarchy of regressively genuflecting coterie of bureaucracy. എന്നിട്ട് അദ്ദേഹം പറയുന്നു, employees of the state cannot become members of a different and inferior class. To him such right is not available. അതിന് മുമ്പുള്ള വാദം പറയുന്നത് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ചില അവകാശങ്ങളുണ്ട്. ഇപ്പോൾ മനസ്സിലാക്കേണ്ടത് വിവരാവകാശമുള്ള ഒരു ജനതയാണ് ഇവിടെ ഉള്ളത്. എന്നിട്ടാണ് അടുത്ത ലൈനിൽ പറയുന്നത് ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ ജോസഫ് സി മാത്യു, ശ്രീ CP നായർ, മുൻ ചീഫ് സെക്രട്ടറി ടെലിഫോൺ ലൈനിൽ. ശ്രീ CP നായർ, ഒരു ഉദ്യോഗസ്ഥനും സർക്കാരും തമ്മിൽ അക്ഷരാർത്ഥത്തിൽ തെരുവ് യുദ്ധം അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് അവാസ്തവമാകില്ല. ഇന്ന് തനിക്ക് കിട്ടിയ ഷോക്കോസ് നോട്ടീസിന് മറുപടിയായി ജേക്കബ് തോമസ് DGP അദ്ദേഹം സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഞാൻ ചെയ്ത തെറ്റിന് എന്താണ് തെളിവ്, എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത് എന്ന് പറഞ്ഞു തരൂ എന്നാണ്. ഇത് എങ്ങോട്ടേക്കാണ് കൊണ്ടുചെന്നെത്തിക്കുക? ഞാൻ ആദ്യമായിട്ട് തെരുവ് യുദ്ധം എന്ന പ്രയോഗം തീർത്തും ഇവിടെ അപ്രസക്തമാണ്, ശരിയല്ല, തെറ്റാണ്. 2, തുറന്ന പോരിലേക്ക് നമ്മൾ കണ്ടു പോലുമില്ല. എന്താ ജേക്കബ് തോമസ് ചെയ്തത്? ജേക്കബ് തോമസിന്റെ പരസ്യ പ്രസ്താവനകളെ കുറിച്ച് ശ്രീ മാത്യു ചെയ്തതുപോലെ ഞാൻ അതിന്റെ നിരസിലേക്ക് കടക്കുന്നില്ല. അദ്ദേഹം കുറ്റാരോപിതനായ ഉദ്യോഗസ്ഥനാണ്. അഖിലേന്ത്യാ സർവീസ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചു എന്ന ഒരു ആരോപണത്തിന് കുറ്റാരോപിതനായ ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം ചോദിക്കുന്നത് ഒന്ന് പറയട്ടെ, ഒരു മിനിറ്റ് ഒന്ന് പറയട്ടെ, ലളിതമായ ചോദ്യം. ഹലോ, പറഞ്ഞോളൂ, കേൾക്കാം. എന്ത് അടിസ്ഥാനത്തിലാണ് എന്റെ പേരിൽ ശിക്ഷ നടപടി ആരംഭിക്കുന്നത്? നോക്കൂ, പോക്കറ്റടി മുതൽ കൊലപാതകം വരെ ഏത് കുറ്റവും ചെയ്ത ഒരു പ്രതിക്ക് ഇവിടെ ഒരു DGP വരാനുള്ള ഉദ്യോഗസ്ഥനാണ് എന്ന് നമ്മൾ നോക്കാം. ചോദിക്കാൻ അവകാശമുള്ള ചോദ്യമാണ്. ആ ചോദ്യത്തിന് തക്കതായ മറുപടി നൽകിയില്ലെങ്കിൽ അദ്ദേഹത്തിനെതിരായിട്ടുള്ള എല്ലാ ശിക്ഷ നടപടിയും നിശ്ചയിച്ചിട്ടുണ്ടാകും, സ്വാഭാവിക നിഷേധമാകും. അപ്പോൾ 2 കാര്യങ്ങളാണ്. ഒന്ന്, ഒരു തുറന്ന പോലല്ല, ഇത് തെരുവ് യുദ്ധം ഒന്നുമല്ല. അങ്ങനെ ആരെങ്കിലും കാണുന്നെങ്കിൽ അവരുടെ കുറ്റമാണ്. ഒരിക്കൽ പോലും അദ്ദേഹം സർവീസിന് അദ്ദേഹത്തിന്റെ സർവീസ് ഡിസിപ്ലിനോ അന്തസ്സോ വിട്ട് പെരുമാറിയിട്ടില്ല. ഇതിൽ ശ്രീ CP നായർ, ഒരു ഉദ്യോഗസ്ഥനോട് രാവിലെ DGP
DGPയും ചീഫ് സെക്രട്ടറിയും പരസ്യ പ്രസ്താവനകൾ നടത്തുന്നത് ശരിയല്ല, ഉദ്യോഗസ്ഥർ ചട്ടം പാലിക്കണം എന്ന ഒരു പൊതു അഭിപ്രായ പ്രകടനം നടത്തുന്നു. അദ്ദേഹം വൈകുന്നേരം ഒരു സെല്ലോ ടേപ്പ് എടുത്തുകൊണ്ട് വന്നിട്ട് മാധ്യമങ്ങളെ കാണുമ്പോൾ ഇതെൻ്റെ വായിൽ ഒട്ടിക്കണമെന്ന് കരുതിയതാണ്, മാധ്യമങ്ങൾ സത്യം അറിയിക്കുന്നത് കൊണ്ട് പിന്നെ അത് വേണ്ട എന്ന് വെച്ചു എന്ന് പറയുകയാണ്. ഒരു പ്രമാദമായ കേസിലെ കോടതി വിധി വരുമ്പോൾ സത്യം ജയിച്ചു എന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുകയാണ്. അങ്ങനെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് പെരുമാറാൻ സാധിക്കുമോ? ശ്രീ മാത്യു ഇവിടെ വളരെ അല്ലല്ല ഞാൻ പറയാം, ഞാൻ വിശദീകരിക്കാം. ഇത് ഓരോ വിശദീകരണമുണ്ട്. ശ്രീ മാത്യു വളരെ വിശദമായിട്ട് അധികൃത സർവീസ് പെരുമാറ്റത്തിൽ വായിച്ചു. ഇദ്ദേഹത്തിന്റെ കോണ്ടാക്ട്, ഇദ്ദേഹത്തിന്റെ പെരുമാറ്റം, ജേക്കബ് പെരുമാറ്റം, അദ്ദേഹം പറഞ്ഞ വാക്കുകൾ എന്തെങ്കിലും ഇതിന്റെ പരിസ്ഥിതി വരുമെന്ന് വിചാരിക്കുന്നുണ്ടോ? അദ്ദേഹം കുറച്ച് നാഗരികമായിട്ട് താൻ ഒരു ഗുണ പോലീസ് ഉദ്യോഗസ്ഥനാണ്, തനിക്ക് ഗുണ അഭിപ്രായം പറയാൻ അവകാശമില്ല, അത് കുറ്റകരമാണ്, ഇതിന് കാണിക്കാൻ വേണ്ടി ചെയ്തുകൊണ്ടെന്നേ ഉള്ളൂ. പിന്നെ രണ്ട്, അദ്ദേഹം പ്രസ് കോൺഫറൻസ് വിളിച്ചു കൂട്ടിയ പ്രസ്താവന തെറ്റാണ്. അദ്ദേഹം വിളിച്ചു കൂട്ടിയിട്ടില്ല. എന്താ പ്രസ് കോൺഫറൻസ്? പത്രക്കാരെയൊക്കെ മാധ്യമക്കാരെ വിളിച്ചു കൂട്ടുക, ചായയും വടയും ചമ്മതിയും കൊടുക്കുക, ഒന്നും ചെയ്തിട്ടില്ല. മാധ്യമക്കാരെ കാണുമ്പോൾ പലരും ചെയ്യുന്നവരെ ഒളിച്ചു പോവുക ചെയ്തിട്ടില്ല. അത് ചോദിച്ച ചോദ്യങ്ങൾക്ക് വളരെ മിതമായ മറുപടി അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ. അതിനകത്ത് സ്വല്പം നർമ്മം പരിഹാസം നടത്തി എന്നുള്ളതേ ഉള്ളൂ. ഈ ജഡ്ജ്മെന്റ് നല്ല ജഡ്ജ്മെന്റാണ്, നീതി നടത്തി. ഇതൊക്കെ എന്താ തെറ്റിരിക്കുന്നത്? നമ്മൾ ജീവിച്ചിരിക്കുന്നത് സബ്സിഡി അവസ്ഥ കാലത്തല്ല നോക്കണം. ഗവൺമെന്റിനെ എന്തെങ്കിലും പറഞ്ഞാലുള്ള ചാടി വീണ ശിശു നടപടിയുടെ ചാട്ട ചുറ്റുന്ന കാലത്തല്ല ജീവിച്ചിരുന്നത്. ജഡ്ജ്മെന്റ് നല്ലതാണ് അഭിപ്രായങ്ങൾ ഒരുപാട് പേരുണ്ട്. ഇവിടെ ശ്രീ സെബാസ്റ്റ്യൻ പോലുള്ള അദ്ദേഹം നിയമിച്ചതാണ്. അദ്ദേഹം ചോദിക്കണം, ജോൺ എല്ലിക്കാരൻ ജഡ്ജിയുടെ ജഡ്ജ്മെന്റ് എങ്ങനെയാണ്, നല്ല ജഡ്ജ്മെന്റാണോ? ഒന്ന്. രണ്ട്, നീതി നടന്നു വിശ്വസിക്കുന്ന ഒരുപാട് പേര് കേരളത്തിലുണ്ട്. താൻ ഒരു അംഗം വന്നോട് നീതി അദ്ദേഹം പറഞ്ഞു നീതി നടത്തി നല്ല ജഡ്ജ്മെന്റാണ്. ഇത് വലിയ തെറ്റാണ്, ഇത് അതിഗ്രഹമാണ്, ഇത് പെരുമാറ്റ ലംഘനമാണോ? എനിക്ക് തോന്നുന്നില്ല. പിന്നെ നടപടിയെ കുറിച്ച് ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്തിക്കൊള്ളാം. എന്താ ഇവിടെ നടക്കുന്നത്? രണ്ടാഴ്ചയായിട്ട് ജേക്കബ് തോമസിന്റെ പേരിലുള്ള അല്ലെങ്കിൽ ഇങ്ങനെ പ്രസ്ഥാനങ്ങൾ ദിവസവും നടക്കുകയാണ്. വളരെ ഗുരുതരമായ കുറ്റമാണ് ചെയ്തിരിക്കുന്നത്. അടുത്ത ശിക്ഷ നൽകേണ്ടി വരും. ഇത് പരസ്യമായിട്ട് അദ്ദേഹം ശിക്ഷിക്കാൻ അവകാശമുള്ള അത് പ്രസ്താവിച്ച് നടക്കുക. അദ്ദേഹത്തിന് വിശദീകരണം ലഭിച്ചിട്ടില്ല. അദ്ദേഹം ഒരു ഓണർ എൻക്വയറി ആവശ്യപ്പെട്ടാൽ അത് സന്ദർഭം കൊടുത്തിട്ടില്ല. ഒന്നും കാണാതെ അദ്ദേഹത്തെ പ്രീ ജഡ്ജ് ചെയ്യുകയാണ്. അത് തന്നെ സ്വാഭാവിക നീതി ലംഘനമാണ്. അദ്ദേഹത്തിന് നോക്കുക, അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കുക, എന്നിട്ട് തീരുമാനം എടുക്കണം. ഇത് ശിക്ഷിച്ചു കഴിഞ്ഞു, അദ്ദേഹത്തെ ശിക്ഷിക്കണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞു. ശിക്ഷ എന്താണെന്ന് അദ്ദേഹം തീർച്ചയായും അതാണ് അക്കാര്യത്തിൽ താങ്കളുടെ കാഴ്ചപ്പാട്. ദയവായി തുടരുക. ശ്രീ ജോസഫ് സി മാത്യു, താങ്കൾ നേരത്തെ ഉദ്ധരിച്ച കേസിലെ വിധി, ആ കേസ് പൊതു താല്പര്യ ഹർജി ഒരു IAS ഉദ്യോഗസ്ഥൻ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നേരിട്ട നടപടിയെക്കുറിച്ചായിരുന്നുവല്ലോ. കള്ളപ്പണ കേസിലടക്കം അന്വേഷണത്തിലും വഴിവെച്ച പൊതു താല്പര്യ ഹർജികൾ. പക്ഷേ ഇവിടെ സ്ഥിതി തികച്ചും വ്യത്യസ്തമാണ്. ഒരു ഉദ്യോഗസ്ഥൻ സർക്കാരിനെ അങ്ങേയറ്റം പ്രതിക്കൂട്ടിൽ നിർത്തുന്ന പ്രസ്താവനകൾ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 77 കെട്ടിടങ്ങൾക്ക് നോട്ടീസ് കൊടുത്തപ്പോഴാണ് എന്നെ ഫയർഫോഴ്സിൽ നിന്ന് മാറ്റിയത്. ഫ്ളാറ്റ് ഉടമകളുടെ യോഗം, മുഖ്യമന്ത്രി പങ്കെടുത്ത യോഗങ്ങൾ പലതവണ നടന്നു. ഇങ്ങനെ സർക്കാരിനെ കരിനിഴലിൽ നിർത്തിയ അല്ലെങ്കിൽ നിർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥന്റെ കേസും താങ്കൾ നേരത്തെ സൂചിപ്പിച്ച കേസും എങ്ങനെയാണ് ഒന്നാവുക? ശ്രീ ജോസഫ് സി മാത്യു. അഭിലാഷേ, മറ്റേ ഉദ്യോഗസ്ഥൻ എന്താണ് ചെയ്തത്? സർക്കാരിനെതിരായിട്ട് കോടതിയെ സമീപിക്കുകയാണ് ചെയ്തത്. ഇവിടെ എന്താണ് ചെയ്തത്? ഒരു കോടതി വിധി നല്ല വിധിയാണെന്ന് സ്വാഗതം ചെയ്യുകയാണ് ചെയ്തത്. ഒരു കാര്യം, ഒരു വ്യത്യാസമുള്ളത്, ഈ കോടതി വിധിയിൽ, ഇപ്പോൾ സ്വാഗതം ചെയ്ത കോടതി വിധിയിൽ ആരായിരുന്നു പ്രോസിക്യൂഷൻ? ഏതാണ് സർക്കാർ ഭാഗം? ഇവിടെ സർക്കാരിന് ഒരു പ്രോസിക്യൂഷനാണോ പ്രതിഭാഗമാണോ എന്ന് വ്യക്തമല്ലാത്തതാണ് ഇവിടുത്തെ പ്രശ്നം. അതിന് പ്രോസിക്യൂഷൻ അനുകൂലമായി വിധിയുണ്ടായപ്പോൾ അത് ശരിയാണ്, അത് സ്വാഗതം ചെയ്ത ഒരു ഉദ്യോഗസ്ഥൻ സർക്കാരിന് വിരുദ്ധമായി സംസാരിച്ചു എന്ന് സർക്കാർ പറയുന്നെങ്കിൽ സർക്കാർ പ്രോസിക്യൂഷന്റെ ഭാഗത്താണോ, സർക്കാർ പ്രതിഭാഗത്താണോ? പിന്നെ അഭിലാഷ് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം, മാൽ അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് കമന്റ് ചെയ്യുന്നത് ഈ പറയുന്ന അച്ചടക്ക ചട്ടങ്ങളുടെ പരിധിയിൽ വരില്ല എന്ന് പറഞ്ഞത് ഞാനല്ല, സുപ്രീം കോടതിയുടെ ഡിവിഷൻ ബെഞ്ചാണ്. അതിൽ നേരത്തെ നിങ്ങൾ ചോദിച്ച വിഷയങ്ങളെല്ലാം കൈകാര്യം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒരേ തെറ്റുകൾ ചെയ്ത മറ്റുദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാതിരുന്നതിൽ നിന്ന് നിങ്ങളുടെ ഇന്റൻഷൻ വളരെ വ്യക്തമാണെന്ന് പറയുന്നുണ്ട്. ആ ഉദ്യോഗസ്ഥന്റെ പേരും പറയുന്നുണ്ട്. ഇവിടെ നമുക്കറിയാം, ഈ പറയുന്ന ചീഫ് സെക്രട്ടറി ആരാണ്? ക്രിമിനൽ കേസിലെ പ്രതിയാണ്. ഇദ്ദേഹമാണ് നാഷണൽ ഗെയിംസിന്റെ സമയത്ത് ഗവൺമെന്റിനെ പ്രതികൂട്ടിൽ നിർത്തി സംസാരിച്ചത്. ഇതിനെതിരെ നടപടിയെടുക്കണമെന്നൊരു മന്ത്രി പരസ്യമായി ആവശ്യപ്പെട്ടതാണ്. ഈ ചീഫ് സെക്രട്ടറിയാണ് പറയുന്നത് അങ്ങനെ സർക്കാരിനെ ബുദ്ധിമുട്ടിലാക്കിയാൽ നടപടിയെടുക്കാതിരിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നത്. നമ്മൾ DGPയുടെ കാര്യം കണ്ടു. DGP ഈസ് അൺബിക്കമിങ് ഓഫ് എ പോലീസ് ഓഫീസർ എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞ ആളാണ് നമ്മളുടെ DGP. അപ്പോൾ ഇവർക്കെതിരെ ഒന്നും നടപടിയില്ലാതെ ഒരു സർക്കാർ പ്രോസിക്യൂഷനായിരിക്കുന്ന ഒരു അഴിമതി കേസിലെ കോടതി വിധിയെ സ്വാഗതം ചെയ്തു എന്നുള്ളതാണല്ലോ ആരോപണം. നേരത്തെ അഭിലാഷ് പറഞ്ഞതുപോലെ ഫ്ളാറ്റിന്റെ കാര്യവും മാൽ അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് പറയാനുള്ള മുഴുവൻ അവകാശവും
സർക്കാർ ഉദ്യോഗസ്ഥർക്കുണ്ടെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറയുന്നു. ശരി, സംസ്ഥാന സർക്കാരിനെതിരെ അഭിപ്രായം ഉണ്ടെങ്കിൽ ആ കേസിൽ കക്ഷി ചേരുകയും സുപ്രീം കോടതി സമീപിക്കുകയും ചെയ്യണം. നിലവിലുള്ള നിയമപ്രകാരം ഇതൊരു ജേക്കബ് settled തോമസ് matter ആണ്. ഉന്നയിക്കുന്ന എല്ലാ കാര്യങ്ങളും നീതിയുടെയും സത്യത്തിന്റെയും ഭാഗത്തു നിന്നുള്ള ജനുവിനായ കാര്യങ്ങളാണ് എന്ന് തന്നെ വെക്കുക. പക്ഷേ അപ്പോഴും ഒരു ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചുണ്ടാകുന്ന പരിമിതി ഉണ്ടല്ലോ. അതിപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥരുടെ കാര്യത്തിൽ മാത്രമല്ല, ജഡ്ജിമാരുടെ കാര്യത്തിലും അവരുടെ ഭാഗം ന്യായീകരിക്കാനോ അല്ലെങ്കിൽ കൂടുതൽ വിശദീകരണം നൽകാനോ പൊതുമണ്ഡലത്തിൽ പ്രത്യക്ഷപ്പെട്ട് അതിന് വിശദീകരണം നൽകുക എന്നുള്ളത് നമ്മുടെ ഭരണ സംവിധാനത്തെ ആകെ ദുർബലപ്പെടുത്തില്ലേ? അല്ല, ഉദ്യോഗസ്ഥന്മാർക്ക് നിയമം മൂലം അപ്രകാരം ഒരു പരിമിതി കൽപ്പിച്ചിട്ടുണ്ട്. ആ പരിമിതിക്കകത്തു നിന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥന്മാർ പ്രവർത്തിക്കേണ്ടത്, പെരുമാറേണ്ടത്. പക്ഷേ ചില സന്ദർഭങ്ങളിൽ അതിനപ്പുറത്തേക്ക് ഉദ്യോഗസ്ഥന്മാർക്ക് പോകാൻ കഴിയും, അല്ലെങ്കിൽ കഴിയേണ്ടതാണ്. ഇവിടെ ജേക്കബ് തോമസിനെതിരെയുള്ള ആരോപണം എന്താണ്? രാഷ്ട്രത്തിന്റെ ഔദ്യോഗിക മുദ്രയിൽ ആലേഖനം ചെയ്തിരിക്കുന്ന സത്യമേവ ജയതേ എന്ന ആപ്തവാക്യം അദ്ദേഹം ഉരുവിട്ടു. അതെല്ലാ ഉദ്യോഗസ്ഥന്മാരും എപ്പോഴും പറയേണ്ടതും എപ്പോഴും ഓർമ്മയിൽ വയ്ക്കേണ്ടതുമായ ആപ്തവാക്യമാണ് രാഷ്ട്രത്തിനുള്ളത്. അതിന്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ നോട്ടീസ് കൊടുക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ടതുപോലെ ആരാണ് സർക്കാരിന് ഇതിലെന്ത് കാര്യം? കോടതി വിധി നല്ലതാണ്, സത്യം ജയിച്ചു എന്നൊരാൾ പറഞ്ഞാൽ, ഇവിടെ ജേക്കബ് തോമസിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് സർക്കാരിന് അത് ഏത് പാർട്ടി ഭരിച്ചാലും അസൗകര്യമുണ്ടാക്കും എന്ന കാരണം കൊണ്ട് അദ്ദേഹം ഒരു നടപടിയിൽ നിന്നും പുറകോട്ട് പോകാത്ത ആളാണ്. 1998 ഞാൻ എറണാകുളത്ത് മത്സരിക്കുമ്പോൾ അദ്ദേഹം എറണാകുളത്ത് പോലീസ് കമ്മീഷണറായിരുന്നു. തെരഞ്ഞെടുപ്പിന്റെ പോളിംഗിന് 2 ദിവസം മുമ്പ് അദ്ദേഹം എറണാകുളത്ത് ക്ലബിൽ നടത്തിയ റെയ്ഡ് അത് എനിക്ക് കിട്ടേണ്ട ധാരാളം വോട്ടുകൾ നഷ്ടപ്പെടുത്തി എന്ന വിലയിരുത്തലുണ്ടായിരുന്നു. അദ്ദേഹത്തിന് എറണാകുളത്ത് നിന്ന് സ്ഥലം മാറ്റുകയും ചെയ്തു. പിന്നെ കുറെ കാലത്ത് അദ്ദേഹത്തെ യൂണിഫോമിൽ കണ്ടിട്ടേയില്ല. അദ്ദേഹം മറ്റു പല പണികളും ചെയ്യുകയായിരുന്നു. അപ്പോൾ നാളെ എന്ത് സംഭവിക്കും, അനന്തരഫലം എന്തായിരിക്കും എന്ന് ആകുലപ്പെടാതെ തനിക്ക് ശരി എന്ന് തോന്നുന്ന കാര്യങ്ങൾ പറയുന്നതിന് ഒരു ഉദ്യോഗസ്ഥൻ തയ്യാറായാൽ അത് ഈ സർവീസ് ചട്ടങ്ങളുടെ തീർത്തും സാങ്കേതികമായ ആ വലയത്തിനകത്ത്, പരിമിതിക്കകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്കതിന്റെ ശരി തെറ്റുകൾ കണ്ടെത്താൻ കഴിയില്ല. ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർ അപൂർവമായെങ്കിലും ഇടയ്ക്കിടെ ഉണ്ടാകേണ്ടത് പൊതു താല്പര്യത്തിന് നല്ലതാണ്. ശരി, തുടരുക. ശ്രീ സണ്ണി ജോസഫ്, എവറി ആക്ഷൻ ഓഫ് ദ സ്റ്റേറ്റ് ഈസ് ടു ബി ഇൻഫോംഡ് വിത്ത് റീസൺ എന്ന് നേരത്തെ ശ്രീ ജോസഫ് സി മാത്യു ഉദ്ധരിച്ച സുപ്രീം കോടതിയുടെ വിധിയിലുണ്ട്. അത് തന്നെ ജേക്കബ് തോമസും ചോദിച്ചുള്ളൂ, എന്താണ് കാരണം എന്ന്. അത് വിശദീകരിക്കാനുള്ള ബാധ്യത ഭരണകൂടത്തിനുണ്ടല്ലോ. ശരിയാണ്, അതാണ് എന്റെ കറക്റ്റ് പോയിന്റ്. CP നായർ പറഞ്ഞത് എന്താണ്? ഇവിടെ അദ്ദേഹത്തെ ശിക്ഷിച്ചിട്ടില്ല, ഇതൊരു നോട്ടീസാണ് കൊടുത്തിട്ടുള്ളത് ഗവൺമെന്റ്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്, ആ സ്റ്റേറ്റ്മെന്റിനെ സംബന്ധിച്ചൊരു നോട്ടീസ് കൊടുത്തു. അദ്ദേഹത്തിന് ആൻസർ ചെയ്യാമായിരുന്നു, ആ നോട്ടീസിന് അദ്ദേഹത്തിന് ആൻസർ ചെയ്യാമായിരുന്നു. ഇപ്പോഴും ഒരു നോട്ടീസ് അയച്ചു. ആ നോട്ടീസ് അതിൽ തന്നെ ഒരു ശിക്ഷാ നടപടിയല്ല, അദ്ദേഹത്തിന്റെ ഭാഗം എക്സ്പ്ലെയിൻ ചെയ്യാൻ അദ്ദേഹത്തിന് കൊടുക്കുന്ന അവസരമാണ്. അതിനോട് മാന്യമായിട്ട് പ്രതികരിക്കുക. ഈ ഹാസ്യത്തിന്റെ ഭാഷയിലുള്ള ആംഗ്യങ്ങളോ അല്ലെങ്കിൽ അങ്ങനത്തെ കമന്റ്സോ അല്ല വേണ്ടത്. അദ്ദേഹം ഒരു പോലീസ് ഓഫീസറാണ്. അത് IAS ഓഫീസറിൽ നിന്ന് വ്യത്യസ്തമാണ് പോലീസ് ഓഫീസർ. പക്ഷേ താങ്കൾ പറഞ്ഞ ഈ സാങ്കേതികത്വം ഉണ്ടല്ലോ, ശ്രീ സണ്ണി ജോസഫ്, നോട്ടീസ് കൊടുത്തിട്ടേ ഉള്ളൂ, അദ്ദേഹത്തിന് വിശദീകരിക്കാമെന്ന് വിധി എന്നേ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. സെപ്റ്റംബർ 17 തന്നെ മുഖ്യമന്ത്രി പറഞ്ഞു സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കിയ, ജനതാൽപര്യത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ച ഉദ്യോഗസ്ഥനെയാണ് മാറ്റിയത് എന്ന് പത്രസമ്മേളനത്തിൽ. അതിനുശേഷം മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു ജേക്കബ് തോമസിന്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം എന്ന്. രമേശ് ചെന്നിത്തല പറഞ്ഞു ചട്ടലംഘനം നടത്തുന്ന ഉദ്യോഗസ്ഥരെ നിലയ്ക്ക് നിർത്തും എന്ന്. നോട്ടീസ് മാത്രമല്ല, നേരത്തെ തീരുമാനിച്ചു കഴിഞ്ഞു. നേരത്തെ ശ്രീ CP നായർ പറഞ്ഞതുപോലെ എന്ത് നടപടി എന്നുള്ളതേ ഇനി അറിയാനുള്ളൂ. ചീഫ് സെക്രട്ടറി കൊടുത്തിട്ടുള്ളതാണ് നോട്ടീസ്. ലെറ്റ് ഹിം ആൻസർ ടു ദ നോട്ടീസ്. അതിന് മറുപടി കൊടുക്കട്ടെ. അല്ല, സ്വാഭാവികമായും അദ്ദേഹം ഷോക്കോസ് നോട്ടീസ് കിട്ടിയാൽ അതിന് മറുപടി കൊടുക്കുമല്ലോ. വിധി നേരത്തെ പ്രഖ്യാപിച്ചു കഴിഞ്ഞല്ലോ. ഇല്ല, ഒരിക്കലുമില്ല. നോക്കൂ, ഇവിടെ ജേക്കബ് തോമസ് എന്ന ഉദ്യോഗസ്ഥൻ വിജിലൻസിന്റെ ADGP ആയിരുന്നു. അദ്ദേഹമാണ് ബാർ കോഴ കേസിൽ FIR ഇടുന്നതിൽ നിർണായകമായ തീരുമാനമെടുത്തത്. ആ കേസിന്റെ സ്ക്രൂട്ടിനിയുടെ ചുമതല ആ ഘട്ടത്തിൽ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹത്തെ ഒരു നിർണായകമായ ഘട്ടത്തിൽ വിജിലൻസിൽ നിന്ന് മാറ്റിയത് തന്നെ അങ്ങേയറ്റം ആരോപണങ്ങൾക്കിടയാക്കി. പിന്നീട് അദ്ദേഹം ഫയർഫോഴ്സിൽ ചെല്ലുന്നു. അവിടെ അദ്ദേഹം നടപടികൾ എടുത്തു തുടങ്ങുമ്പോൾ അദ്ദേഹത്തെ അവിടെ നിന്നും മാറ്റുന്നു. സർക്കാരിന് അപ്രീതി ഉണ്ടാക്കുന്ന, സർക്കാരിന്റെ ചൊൽപ്പടിക്ക് നിൽക്കാത്ത ഉദ്യോഗസ്ഥരോട് വൈരനിര്യാതന ബുദ്ധിയോടുകൂടി പെരുമാറുന്ന ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ ഉദ്യോഗസ്ഥർ എന്ത് ചെയ്യും എന്നതിന്റെ കൂടി ഉത്തരമാണ് ജേക്കബ് തോമസ്. ഇല്ല, അതിന് അദ്ദേഹത്തിന് ട്രൈബ്യൂണലിനെ സമീപിക്കാം. ഇവിടെ നീതിപീഠങ്ങളുണ്ട്, അതുപോലെ തന്നെ സർക്കാർ ജീവനക്കാർക്ക് അവരുടെ പരാതികൾ ബോധിപ്പിക്കാനുള്ള ട്രൈബ്യൂണലുണ്ട്. അവിടെ പോകുന്നതിന് പകരം അദ്ദേഹം മാധ്യമങ്ങളെയല്ല സമീപിക്കേണ്ടത്. മുഖ്യമന്ത്രി ഈ വിധി പ്രഖ്യാപിച്ചു കഴിഞ്ഞാണ് അദ്ദേഹം മാധ്യമങ്ങളെ സമീപിച്ചത്. മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിന് മുൻപ് ഒരു തവണ പോലും അദ്ദേഹം മാധ്യമങ്ങളോട് സർക്കാരിനെ കുറ്റപ്പെടുത്തി ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. ഉത്തരം പറയേണ്ടതായിട്ട് വരും, മുഖ്യമന്ത്രിക്ക് ചില കാര്യങ്ങൾ ഉത്തരം പറയേണ്ടതായിട്ട് വരും. എങ്കിൽ പിന്നെ നോട്ടീസ് അയക്കേണ്ട ആവശ്യമില്ലല്ലോ. ശരി, അതാണ് കോൺഗ്രസിന്റെ വിശദീകരണം. ശ്രീ VS സുനിൽകുമാർ,
ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു സർക്കാർ ഒരു വശത്ത്, അപ്പോയിന്റ് ചെയ്യപ്പെട്ട ഉദ്യോഗസ്ഥൻ മറുവശത്ത്, വ്യക്തിപരമായ അദ്ദേഹത്തിൻ്റെ ഉദ്യോഗസ്ഥൻ്റെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്തും ചെയ്യും എന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തിന് എന്താണ് വില? ഒരു ഭരത് ചന്ദ്രൻ ഇറങ്ങി നേരെയാക്കാനുള്ളതാണോ നമ്മുടെ സംവിധാനം? അല്ല, ജേക്കബ് തോമസ് ഒരു ഭരത് ചന്ദ്രനായിട്ടല്ല ജനങ്ങൾ കാണുന്നത്. ഇവിടെ ആരാണ് ചട്ടം ലംഘിച്ചിരിക്കുന്നത്, ആരാണ് നിയമം ലംഘിച്ചിരിക്കുന്നത്? ഇവിടെ ജേക്കബ് തോമസ് ചെയ്ത കുറ്റം എന്താണെന്ന് പരിശോധിച്ചാൽ, ജേക്കബ് തോമസ് ഇപ്പോൾ അദ്ദേഹത്തെ ഫയർഫോഴ്സിൽ നിന്ന് മാറ്റാനിടയൊക്കെ സാഹചര്യം എന്തായിരുന്നു? അദ്ദേഹം ചട്ടവും നിയമവും അനുസരിച്ച് അദ്ദേഹം മുന്നോട്ട് പോയി. അദ്ദേഹത്തിനെതിരെ പരാതി ഉണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ പരാതി ഇല്ല എന്ന് വിവരാവകാശ കമ്മീഷന്റെ അന്വേഷണത്തിൽ നമുക്ക് മനസ്സിലായി. പിന്നെ പരാതി ആരാണ് പറഞ്ഞിരിക്കുന്നത്? ചട്ടം ലംഘിച്ച ഫ്ളാറ്റ് ഉടമസ്ഥന്മാരുടെ പരാതിയാണ്. ആ പരാതിയല്ല, അവർക്ക് ചട്ടവിരുദ്ധമായി പ്രവർത്തിക്കാൻ വേണ്ടി ഈ ഉദ്യോഗസ്ഥൻ തടസ്സമാണ് എന്നുള്ളതാണ്. അപ്പൊ ഉദ്യോഗസ്ഥൻ നിയമപരമായി പോകണം ഉദ്യോഗസ്ഥൻ എന്ന് പറയേണ്ട സർക്കാർ നിയമവിരുദ്ധമായി പോകണം എന്ന് ഉദ്യോഗസ്ഥനോട് പറയുകയും അത് അദ്ദേഹം അനുസരിക്കാതിരിക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തിനെ മാറ്റി. ഇവിടെ എന്താണ്? KM മാണിയുടെ കേസിൽ അവിടെ കോടതിയുടെ വിധിയാണ്. ഇവിടെ ഒരു ഉദ്യോഗസ്ഥൻ കോടതി വിധി അംഗീകരിക്കണമോ അതല്ല, ആ കോടതി വിധിയെ പറ്റിയിട്ടുള്ള രാഷ്ട്രീയ നിലപാടുള്ള രാഷ്ട്രീയ നേതാക്കന്മാരുടെ അനുസരണാശീലമുള്ള ഒരു ഉദ്യോഗസ്ഥനായി മാറണം എന്നുള്ളതാണ്. അവിടെ ഈ സണ്ണി ജോസഫ് എന്തിന് ജേക്കബ് തോമസിനെ ഫയർഫോഴ്സിൽ നിന്ന് മാറ്റി എന്ന മുഖ്യമന്ത്രിയോടുള്ള പത്രപ്രവർത്തകരുടെ ചോദ്യത്തിന് അദ്ദേഹത്തിന്റെ ഉത്തരം അദ്ദേഹത്തെക്കുറിച്ച് നിരവധി പരാതികൾ ഉയർന്നതുകൊണ്ട് എന്നുള്ളതായിരുന്നു. അതേക്കുറിച്ച് വിവരാവകാശ നിയമപ്രകാരം മുഖ്യമന്ത്രിയുടെ ഓഫീസിനോട് തന്നെ ചോദിച്ചപ്പോൾ ജേക്കബ് തോമസിനെ കുറിച്ച് ഒരൊറ്റ പരാതിയും കിട്ടിയിട്ടില്ല എന്നുള്ളതായിരുന്നു അതിൻ്റെ മറുപടി. മുഖ്യമന്ത്രി എന്തിനാണ് വസ്തുതാവിരുദ്ധമായ ഒരു കാര്യം പറഞ്ഞ് അദ്ദേഹത്തെ മാറ്റിയത് എന്ന ചോദ്യം ആദ്യം. പരാതികൾ റിട്ടേൺ ആകണമെന്ന് നിർബന്ധമില്ല, പരാതികൾ ഓർമ്മ ചട്ടം ലംഘിക്കാൻ ആഗ്രഹിക്കുന്ന വാക്കാലുമാകാം. ഒരു ഉദ്യോഗസ്ഥനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് വാക്കാലുമാകാം, ഓറലാകണമെന്നില്ല. അത് വിവരാവകാശ നിയമത്തിന്റെ പരിധിക്കകത്ത് വരണമെന്നുമില്ല. അതാണ് ന്യായീകരണം. ശ്രീ സണ്ണി ജോസഫ്, നിരവധി പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ഈ ഉദ്യോഗസ്ഥനെ എന്ന് മാറ്റുന്നതെന്ന് മുഖ്യമന്ത്രി പറയുക, പിന്നാലെ വിവരാവകാശ നിയമപ്രകാരം കൊടുത്ത രേഖാമൂലമുള്ള മറുപടിയിൽ ഒരു പരാതിയും ഉണ്ടായിട്ടില്ല എന്ന് വ്യക്തമാവുക. ഓറലായ പരാതിയെ കുറിച്ചാണ് മുഖ്യമന്ത്രി പറഞ്ഞത് എന്ന് നിങ്ങൾ വിശദീകരിക്കുക. ആയിക്കൊള്ളട്ടെ, പ്രതികരണം തന്നെ വ്യക്തമല്ലേ? ശരി, ആയിക്കൊള്ളട്ടെ. ഈ കാര്യത്തിലെ പ്രതികരണം തന്നെ വ്യക്തമാണ്. എന്തുകൊണ്ട് മാറ്റി എന്നുള്ളത് വ്യക്തമാണ്. ഈ ഓറലായിട്ടുള്ള പരാതി എന്ത് പരാതിയാണെന്ന് ശ്രീ സണ്ണി ജോസഫ്, ഓറലായ പരാതി ആര് എന്ത് എന്നൊക്കെ വ്യക്തമാക്കാമോ എന്ന് മുഖ്യമന്ത്രിയാണ് പറയുന്നത്. എനിക്കല്ല പരാതി കിട്ടിയിട്ടുള്ളത്. ശരി, അതിനുശേഷം ഈ ഓറലായിട്ടുള്ള ഈ പരാതി എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയോട് അവർ പറയുന്നത് ഞങ്ങൾക്ക് ചട്ടവിരുദ്ധമായി പ്രവർത്തിക്കാൻ ഈ ഉദ്യോഗസ്ഥൻ സമ്മതിക്കില്ല എന്നുള്ളതാണ്. അവർ ചട്ടപരപ്രകാരമായിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യം അവർക്ക് രേഖാമൂലം പരാതി കൊടുക്കാം. അവർക്ക് രേഖാമൂലം പരാതി കൊടുക്കാൻ പറ്റാത്തത് അവർ ചട്ടവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യാൻ ശ്രീ സണ്ണി ജോസഫ്, പരാതി കൊടുക്കേണ്ടത് ആ സന്ദർഭത്തിൽ തീർച്ചയായും ഈ ഫ്ളാറ്റ് നിർമ്മാതാക്കളാണ്. അവർ പറയുന്ന കാര്യത്തിൽ ന്യായമുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് സർക്കാരിന് അവർ രേഖാമൂലം ഒരു പരാതി കൊടുക്കാത്തത് എന്ന ആദ്യത്തെ ചോദ്യം. രണ്ട്, ചട്ടം ലംഘിച്ച് ഈ ഫ്ളാറ്റ് ഉടമകൾക്ക് ഈ ഉദ്യോഗസ്ഥൻ ബുദ്ധിമുട്ടുണ്ടാക്കുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് അവർ നിയമപരമായ വഴികൾ തേടാത്തത് എന്നത് രണ്ടാമത്തെ ചോദ്യം. ഇതിൽ ജേക്കബ് തോമസ് പറഞ്ഞ ഒരു കാര്യം, പത്രലേഖകരോട് പറഞ്ഞ കാര്യം, മുഖ്യമന്ത്രി പങ്കെടുത്ത ഫ്ളാറ്റ് ഉടമകളുടെ നിരവധി മീറ്റിംഗുകൾ നടന്നിരുന്നു എന്നാണ്. മുഖ്യമന്ത്രി ഫ്ളാറ്റ് ഉടമകളുടെ മീറ്റിംഗ് ചേരുന്നതിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ അതൊരു ഔദ്യോഗിക മീറ്റിംഗ് ആണെങ്കിൽ അതിനൊരു മിനിറ്റ്സ് വേണമല്ലോ. അത് സംബന്ധിച്ച് എന്തൊക്കെയാണ് ചർച്ച നടന്നത് എന്നത് സംബന്ധിച്ച രേഖ വേണമല്ലോ. ഇതിനൊക്കെ സർക്കാരിനോട് സമാധാനം ചോദിക്കുമ്പോൾ സർക്കാരിൻ്റെ കയ്യിൽ ഒരു മറുപടിയും ഇല്ല പറയാൻ. ഇല്ല, അതിനെ സംബന്ധിച്ച് ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ പ്രഖ്യാപനവും പ്രസ്താവനയുമാണ് ചട്ടലംഘനം. അതിന്റെ പേരിലാണ് അദ്ദേഹത്തിന് നോട്ടീസ് അയച്ചിട്ടുള്ളത്. അല്ല, നോട്ടീസ് അയച്ചത് നിൽക്കട്ടെ, അദ്ദേഹത്തെ ഫയർഫോഴ്സിൽ നിന്ന് മാറ്റിയത് ഒരു ശിക്ഷണ നടപടിയാണ് എന്ന് മുഖ്യമന്ത്രി എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അദ്ദേഹത്തെ ഫയർഫോഴ്സിൽ നിന്ന് മാറ്റിയത് ഒരു ശിക്ഷണ നടപടിയാണ്. സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തിയതുകൊണ്ട്, നിരവധി പരാതികൾ ഉയർന്നതുകൊണ്ട് ഉദ്യോഗസ്ഥനെ മാറ്റിയെന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞതാണ്. അത് വ്യക്തമാണല്ലോ. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ ഈ മാറ്റത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ പ്രതികരണം തന്നെ അദ്ദേഹം മാറ്റത്തിന് അർഹനാണെന്ന് തെളിയിച്ചിരിക്കുന്നു. അല്ല, മാറ്റാനിടയായ പരാതി എന്ത് എന്ന് ചോദിക്കുമ്പോൾ അതിന് ഉത്തരം കിട്ടുന്നില്ല. ഓറലായ പരാതിയാണെങ്കിൽ ആര് കൊടുത്തു എന്ന് പറയണം. ഫ്ളാറ്റ് ഉടമകളുമായി മുഖ്യമന്ത്രി നിരവധി തവണ യോഗം ചേർന്നു എന്ന് ഈ ഉദ്യോഗസ്ഥൻ ഫ്ളാറ്റ് ഉടമകളുമായി മുഖ്യമന്ത്രി നിരവധി തവണ യോഗം ചേർന്നുവെന്ന് ഈ ഉദ്യോഗസ്ഥൻ ആരോപിക്കുന്നു, അല്ലെങ്കിൽ പറയുന്നു. ഫ്ളാറ്റ് ഉടമകളുമായി മുഖ്യമന്ത്രി നടത്തിയ യോഗം സംബന്ധിച്ച വിവരങ്ങൾ എന്തുകൊണ്ടാണ് ഈ സർക്കാർ പുറത്തു പറയാത്തത്? അതിന് മിനിറ്റ്സ് ഉണ്ടോ? ഫ്ളാറ്റ് ഉടമകളും മുഖ്യമന്ത്രിയും തമ്മിൽ എന്തിനാണ് യോഗം ചേർന്നത്? എന്ത് കാരണത്താലാണ് ഈ ഉദ്യോഗസ്ഥനെ മാറ്റണമെന്ന് ഫ്ളാറ്റ് ഉടമകൾ ആവശ്യപ്പെട്ടത്? ഒരു ഉദ്യോഗസ്ഥനെ സംബന്ധിച്ച് ചില പരിമിതികളുണ്ട്.
അദ്ദേഹം പോലീസ് ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിലും അദ്ദേഹത്തിന്റെ പ്രഖ്യാപനങ്ങളിലും പരസ്യ നിലപാടുകളിലും ചില പരിമിതികളുണ്ട്. അല്ല, അത് നോട്ടീസ് അയച്ച കാര്യം ഞാൻ ചോദിക്കുന്നത് ശ്രീ സണ്ണി ജോസഫ്, ഫ്ളാറ്റ് ഉടമകളുമായി മുഖ്യമന്ത്രി സംസാരിച്ചല്ലോ, ഫ്ളാറ്റ് ഉടമകളും മുഖ്യമന്ത്രിയും യോഗം ചേർന്നല്ലോ, അതിൽ ഉയർന്ന പരാതി എന്നുള്ളതാണ് വിശദീകരണം എങ്കിൽ അതിൽ പരാതി ഉയർന്നത് ഏത് കാരണം കൊണ്ട്? എന്താണ് മുഖ്യമന്ത്രി നടത്തിയ യോഗത്തിന് മിനിറ്റ്സ് ഇല്ലാതെ പോകുന്നത്? ഞാൻ പറഞ്ഞത് മുഖ്യമന്ത്രിക്ക് പലതരത്തിലുള്ള പരാതികൾ കിട്ടാം. അതിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയാണ്, ഞാൻ മുഖ്യമന്ത്രിയായിട്ട് സംസാരിച്ചിട്ടില്ല. ശരി, അതാണ് താങ്കളുടെ പരിമിതി. ശ്രീ വി എസ് സുനിൽകുമാർ, കോൺഗ്രസിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച്, ആഭ്യന്തരമന്ത്രിയെ സംബന്ധിച്ച് പറയാനുള്ളത് ഇതൊക്കെയാണ്. ജനങ്ങൾ ഈ ഉദ്യോഗസ്ഥനെ കുറിച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആളാണ് എന്ന് പറയുന്നു. അത് രേഖാമൂലമല്ല, മുഖ്യമന്ത്രിയെയോ മന്ത്രിമാരെയോ ഒക്കെ കാണുമ്പോൾ പറയുന്നു, അതുകൊണ്ട് നടപടിയെടുത്തു. നിങ്ങളെ സംബന്ധിച്ച് ബോധ്യപ്പെടുന്നതാണോ? അല്ല, ഇത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന് മുഖ്യമന്ത്രി പറയുന്നത് ഇത് ജനങ്ങൾക്ക് മുമ്പിൽ ഒരു മുഖം മൂടിയാക്കി വെക്കുകയാണ്, ജനങ്ങളെ ഒരു പരിചയമാക്കി വെക്കുകയാണ്. വാസ്തവത്തിൽ ജനങ്ങൾക്ക് ഈ ജേക്കബ് തോമസ് എന്ന ഉദ്യോഗസ്ഥനെ കൊണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടില്ല. ജേക്കബ് തോമസ് എന്ന ഉദ്യോഗസ്ഥൻ ഒരു ചട്ടവും ലംഘിച്ചിട്ടില്ല. ജേക്കബ് തോമസ് എന്ന ഉദ്യോഗസ്ഥൻ ഇന്ന് വരെ ഏതെങ്കിലും നിയമവിരുദ്ധമായ പ്രവർത്തനം ചെയ്യണം എന്ന് ആരെയും പ്രേരിപ്പിച്ചതായി നമ്മൾ ആരും അറിഞ്ഞിട്ടില്ല. അദ്ദേഹം ചെയ്തത് എന്താ? ചട്ടപ്രകാരം നിയമപ്രകാരം നിങ്ങൾ ഇന്നത് ചെയ്യണം എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി ചെയ്യേണ്ടത് എന്താ? ആ ഉദ്യോഗസ്ഥൻ പറയുന്ന കാര്യത്തിൽ ചട്ടമുണ്ടോ നിയമമുണ്ടോ എന്ന് പരിശോധിക്കണം. അപ്പോൾ ഈ ഉദ്യോഗസ്ഥന്റെ കൂടെ നിൽക്കുന്നതിന് പകരം ഉമ്മൻചാണ്ടി ചെയ്തത് എന്താ? ചട്ടം ലംഘിക്കുന്ന ഫ്ളാറ്റ് ഉടമസ്ഥന്മാരുടെ കൂടെ നിന്നുകൊണ്ട് ജനങ്ങൾക്കെതിരായിട്ടുള്ള ജനങ്ങളുടെ പരാതി കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് മാറ്റുന്നതെന്ന് പറയുമ്പോൾ അളമുട്ടിയാൽ ചേരയും കടിക്കുമെന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥർ പറയേണ്ടി വരും. ഇന്റഗ്രിറ്റിയും അന്തസ്സും അഭിമാനവും നിയമത്തോട് പ്രതിബദ്ധതയും ഭരണഘടനയോട് കൂറും പുലർത്തുന്ന ഒരു ഉദ്യോഗസ്ഥൻ അതേ ഭരണഘടനയെ തൊട്ട് സത്യം ചെയ്ത മന്ത്രിമാരും പിന്നെ മേലധികാരികളും അദ്ദേഹത്തോട് നിയമം ലംഘിക്കാൻ വേണ്ടി നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെന്റിനെതിരായി ഒരുപക്ഷെ നമ്മുടെ സമൂഹത്തിൽ ഇതുവരെ കേൾക്കാത്ത വിധത്തിൽ ഒരു ഉദ്യോഗസ്ഥൻ പ്രതികരിക്കുന്നുണ്ട്. അത് ജനങ്ങൾ ശ്രീ സി പി നായർ, വിജിലൻസ് കേരള പദ്ധതി തുടങ്ങി വെച്ചപ്പോൾ എന്നെ വിജിലൻസിൽ നിന്ന് മാറ്റി. അതിനുശേഷം 77 കെട്ടിടങ്ങൾക്ക് നോട്ടീസ് കൊടുത്ത വേളയിൽ ഫയർഫോഴ്സിൽ ചെല്ലുന്നതിന് 3 മാസമാകുന്നതിന് മുൻപ് എന്നെ അവിടെ നിന്നും മാറ്റി തുടങ്ങിയവയാണ് ജേക്കബ് തോമസിന്റെ പരാതികൾ. അദ്ദേഹത്തെ മുൻപും സർക്കാരുകൾക്ക് യാതൊരു ഉപദ്രവവുമില്ലാത്ത ലാവണങ്ങൾ കൊടുത്താണ് ഇട്ടിരുന്നതും. ഒരു ഉദ്യോഗസ്ഥനെ സംബന്ധിച്ച് അളമുട്ടുമ്പോൾ കാര്യങ്ങൾ ജനങ്ങളോട് വിശദീകരിക്കുക, മാധ്യമ സമ്മേളനം നടത്തുക എന്നുള്ളത് മാത്രമാണോ വഴി? ഈ കാര്യം നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. ഞാൻ ആദ്യം പറയുമ്പോൾ അദ്ദേഹം മാധ്യമക്കാരെ വിളിച്ചു കൂട്ടി അവരോട് ചർച്ച ചെയ്തില്ല. മാധ്യമക്കാർ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഏറ്റവും അന്തസ്സായി ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ ഏറ്റവും മിതത്വം പാലിച്ച് അദ്ദേഹം മറുപടി നൽകുന്നതേ ഉള്ളൂ. ഞാൻ ചോദിക്കട്ടെ, സിവിൽ സപ്ലൈസ് കമ്മീഷണറെ നാളെ മാധ്യമക്കാർ കാണുന്നത് യാദൃച്ഛ്യമായിട്ട് അദ്ദേഹം നിത്യോപയോഗ സാധനങ്ങളുടെ വില കുറിച്ച് എന്ത് പറയുന്നു? നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു സിവിൽ സപ്ലൈസ് കമ്മീഷണർ പറയുന്നു. അതുപോലെ ധനകാര്യ സെക്രട്ടറി കാണുന്നു. ഗവൺമെന്റിന് ഇപ്പോഴത്തെ പിന്നെ സാമ്പത്തിക സ്ഥിതിയെ കുറിച്ച് എന്ത് പറയുന്നു? ഗവൺമെന്റ് വളരെ ദുരിതമായ ഒരു സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയാണ്. 10,000 കോടി രൂപ ഒരു യൂണിയന് വായ്പ. അപ്പൊ ഇതൊക്കെ പിന്നെ കാർഷിക ഉത്പാദന കമ്മീഷനോട് ചോദിക്കും. പച്ചക്കറിയുടെ വില കുതിച്ചു വീഴുകയാണ്. ഗവൺമെന്റ് അത് ഇന്റർവ്യൂ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്, പരാജയപ്പെട്ടിരിക്കുകയാണ്. ഇതൊക്കെ ഗവൺമെന്റിനെ പ്രതിക്കൂട്ടിലാക്കുക എന്ന് പറഞ്ഞാൽ ജീവിക്കാനൊക്കെ ഇല്ലേ? നമുക്ക് മനസ്സിലാക്കേണ്ടത് ഒരു ഉദ്യോഗസ്ഥൻ BJP ആയാലും സർവീസ് പൊതുസമൂഹത്തിന് ഇഷ്ടമാണ്. മാധ്യമക്കാരെ തീവ്രപാട് കൊടുത്തിട്ട് ഇനിയുള്ള ഒരു കാലത്ത് ജനാധിപത്യ സംവിധാനത്തിൽ ഒരു ഉദ്യോഗസ്ഥ പരിഗണിക്കില്ല, കഴിഞ്ഞിട്ടുമില്ല. ഞാൻ ചീഫ് സെക്രട്ടറി ചെയ്യുന്ന കാലത്ത് ഞാൻ മാധ്യമക്കാരെ കണ്ടിട്ട് അവർ സംസാരിക്കും. ഞാൻ ആഭ്യന്തര സെക്രട്ടറി ചെയ്യുന്ന കാലത്ത് മാധ്യമക്കാരെ കണ്ട് സംസാരിപ്പിക്കുന്നത് കോർട്ടലിസം പോലെയുള്ള ഗുരുതരമായ അപാകങ്ങളുണ്ടാകും, സൂക്ഷിക്കാൻ. അവരോട് സംസാരിക്കാൻ ഒരു നിയമമില്ല. ശരി, തുടരുക ശ്രീ സി പി നായർ. ശ്രീ ജോസഫ് സി മാത്യു, ഫ്ളാറ്റ് ഉടമകളുടെ അസംതൃപ്തിയായിരുന്നു പ്രശ്നം. അവരെ സംബന്ധിച്ച് ജേക്കബ് തോമസ് വിജിലൻസിൽ നിന്ന് ഫയർഫോഴ്സിലെത്തിയ ആ 3 മാസക്കാലം കേരളത്തിൽ ഒരു നിർമ്മാണ പ്രവർത്തനം പോലും നടക്കാൻ കഴിയാത്ത സ്തംഭനാവസ്ഥയിലായിരുന്നു എന്ന് അവർ മുഖ്യമന്ത്രിയോട് പരാതി പറഞ്ഞു. അതാണ് രേഖാമൂലം പരാതിയില്ല, പക്ഷേ ആളുകൾ അവരുടെ പരാതികൾ ആവലാതികൾ പറഞ്ഞുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞത്. അത് മാത്രമല്ല, അദ്ദേഹം ഇറക്കിയ ഒരു സർക്കുലർ കുറേയൊക്കെ ബുദ്ധിമുട്ട് നാട്ടുകാർക്ക് ഉണ്ടാക്കുകയും ചെയ്തു. ഈ ഘട്ടത്തിലാണ് അദ്ദേഹത്തിൻ്റെ സ്ഥലം മാറ്റം, അദ്ദേഹത്തിൻ്റെ സ്ഥാനമാറ്റം എന്ന് സർക്കാർ വിശദീകരിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഈ കണ്ട എപ്പിസോഡുകളൊക്കെ ഇതിൽ സർക്കാരിനെ സംബന്ധിച്ച് ചെയ്യാൻ പറ്റുമായിരുന്നത് എന്താണ്? അഭിലാഷ്, ഇത് ഒരു അപ്രസക്തമായ വിഷയമാണ്, നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. ഇദ്ദേഹം ഒരാൾക്ക് ഒരു സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ഈ സ്റ്റോപ്പ് മെമ്മോ ഇല്ലാത്തത് കൊണ്ടാണ് അവർക്കൊരു രേഖാമൂലം ഒരു പരാതി പോലും കൊടുക്കാൻ കഴിയാതിരുന്നത്. അപ്പോൾ ഈ പറയുന്ന പല കാര്യങ്ങളും ശരിയായിട്ടുള്ള കാര്യങ്ങളല്ല. ഒരു മീറ്റിങ്ങിലെ ഒരു മിനിറ്റ്സ് പോലും ഇല്ല. തീരുമാനമെടുത്തത് മറ്റു പല കാരണങ്ങളാലാണ്. ഞാനത് നിങ്ങളോട് പറയുകയും ചെയ്തു. NOC കൊടുക്കുന്നതിന് അടക്കേണ്ട ഫീസ് വെയ്വ് ചെയ്ത് കൊടുക്കാൻ ഈ സർക്കാർ തീരുമാനമെടുത്തിട്ടുണ്ട്.
അത് അജണ്ട വെക്കാതെ എടുത്ത ഒരു തീരുമാനമാണ്. അത് ഒരു ദിവസം ആഭ്യന്തര സെക്രട്ടറിയുടെ മുറിയിലേക്ക് ശ്രീ ജേക്കബ് തോമസിനെ വിളിച്ചു വരുത്തി എടുത്ത തീരുമാനമാണ്. അതിൻ്റെ മിനിറ്റ്സ് നിങ്ങൾ പരിശോധിക്കുകയും അതുമൂലം സർക്കാരിനുണ്ടായ ധനനഷ്ടം എത്രയെന്ന് ക്വാണ്ടിഫൈ ചെയ്യുകയും ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ഒരു അഴിമതിക്ക് മറപിടിക്കാനാണ് ഇത് ചെയ്തത്. ഞാൻ ശ്രീ സണ്ണി ജോസഫ് ബഹുമാനപ്പെട്ട MLA പറഞ്ഞ കാര്യങ്ങളോടും എനിക്കുള്ള പ്രതികരണം, മുഖ്യമന്ത്രി ശിക്ഷാ നടപടിയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹത്തെ അവിടെ നിന്ന് സ്ഥലം മാറ്റിയത് എന്ന് മാത്രമല്ല, ഇദ്ദേഹം ഒരു ആൻറ്റി സോഷ്യലാണ് എന്നുള്ള രീതിയിൽ പോലും പ്രതികരിക്കുകയുണ്ടായി. അപ്പോൾ നേരത്തെ പറഞ്ഞു ഇപ്പോൾ ഒരു നോട്ടീസ് കൊടുത്തിട്ടേ ഉള്ളല്ലോ, അദ്ദേഹത്തെ കേൾക്കാനുള്ള സാവകാശം തീർച്ചയായും സർക്കാർ കാണിക്കുമെന്ന്. ആ ശിക്ഷാ നടപടി പരസ്യമായി പ്രഖ്യാപിക്കുമ്പോൾ ഈ ഉദ്യോഗസ്ഥന് അദ്ദേഹത്തിൻ്റെ ഭാഗം വ്യക്തമാക്കാനുള്ള ഒരു അവസരം സർക്കാർ നൽകിയില്ല. അതുപോകട്ടെ, അത് ഉദ്യോഗസ്ഥന് പരിമിതികളുണ്ടെന്ന് അദ്ദേഹം പറയുന്നത് അവിടെ നിൽക്കട്ടെ. പക്ഷേ ഞങ്ങൾക്ക് സാധാരണ ജനത്തിന് ഒരു പരിമിതിയുമില്ലല്ലോ. ഞങ്ങൾക്ക് വിവരാവകാശമുണ്ട്, ഞങ്ങൾക്കറിയാൻ അവകാശമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹത്തെ ഞങ്ങൾക്ക് ന്യായീകരിക്കേണ്ട കാര്യവുമില്ല. ഇദ്ദേഹം എന്ത് തെറ്റാണ് ചെയ്തത്? ഇദ്ദേഹം എങ്ങനെയാണ് ആൻറ്റി സോഷ്യലായത്? ഈ ആൻറ്റി സോഷ്യലായ ഉദ്യോഗസ്ഥനെ എവിടെയാണ് നിങ്ങൾ വെക്കാൻ ഉദ്ദേശിക്കുന്നത്? ഇതെല്ലാം പറയാനായിട്ടുള്ള അവകാശം, അറിയാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട്. അതൊരു പുതിയ അവകാശമായിരിക്കാം, പക്ഷെ അത് നിഷേധിക്കാൻ ജനപ്രതിനിധികൾക്ക് അവകാശമില്ല. ഈ സുപ്രീം കോടതി വിധി തന്നെ പറയുന്നു, സ്റ്റേറ്റ് എന്ന് പറയുന്നത് മുട്ടയിലിഴയുന്ന ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ ഹൈറാർക്കി അല്ല എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് ഈ നടപടിയെന്നും ഇവിടെ പറയുന്നു. നിങ്ങളുടെ മാൽ അഡ്മിനിസ്ട്രേഷന് മറപിടിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നതെന്ന് പറയുന്നു. എന്നിട്ട് ആ വിധിന്യായം അവസാനിക്കുന്നത് ഇച്ഛാശക്തി, രാഷ്ട്രീയ ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ സർക്കാരിനെ ഈ നടപടിക്ക് പ്രേരിപ്പിച്ചവരിൽ നിന്ന് ഈ 5 ലക്ഷം രൂപയുടെ പിഴ ഈടാക്കാൻ, ഈ ഉദ്യോഗസ്ഥന് കൊടുക്കാൻ പറഞ്ഞ പിഴ നമ്മൾ മനസ്സിലാക്കേണ്ട ആരാണ് ആ ഉദ്യോഗസ്ഥൻ. 36 വർഷത്തെ സർവീസിനിടയ്ക്ക് 48 പ്രാവശ്യം സസ്പെൻഷൻ വാങ്ങിയ ഉദ്യോഗസ്ഥനാണത്. അതുകൊണ്ട് ഇത് മുൻപും ചെയ്തിട്ടുണ്ട് എന്നൊന്നും പറഞ്ഞതിനെ ന്യായീകരിക്കാൻ കഴിയില്ല. കൃത്യമായ വിവരങ്ങൾ നമ്മളുടെ മുന്നിലാണ് പറയേണ്ടത്. കീഴ്വഴക്കം തെറ്റിക്കുന്നത് യഥാർത്ഥത്തിൽ സംസ്ഥാന സർക്കാരും മുഖ്യമന്ത്രിയുമാണ്. ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. ശ്രീ KP വിശ്വനാഥിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കാര്യം മുഖ്യമന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം ഇവിടെ പറഞ്ഞു. അന്ന് മാധ്യമങ്ങളോട് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത്, ശ്രീ KP വിശ്വനാഥൻ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, പക്ഷേ കേരളത്തിനൊരു മഹത്തായ പാരമ്പര്യമുണ്ട്, അത് ഉയർത്തിപ്പിടിക്കാനാണ്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം തന്നെ മാധ്യമങ്ങളോട് പറയുന്നു, ഞാൻ എങ്ങനെ ആവശ്യപ്പെടും? ഞാൻ രാജിവെച്ചില്ലല്ലോ, ഞാൻ ചെയ്യാത്ത കാര്യം പിന്നെ എങ്ങനെ ആവശ്യപ്പെടും? ഇത് ഞാൻ പറഞ്ഞതല്ല, മുഖ്യമന്ത്രിയുടെ വാക്കുകളാണ്. ഈ 2 പത്രസമ്മേളനം കൂടെ എടുത്ത് നിങ്ങൾ നോക്കൂ, നിങ്ങൾക്ക് മനസ്സിലാവും സർക്കാർ ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ട്. സണ്ണി ജോസഫ്, എന്താണ് ഞാൻ ചെയ്ത തെറ്റ് എന്നുള്ളതാണ് ജേക്കബ് തോമസ് ചീഫ് സെക്രട്ടറിയോട് ചോദിച്ചിട്ടുള്ളത്. കേരളത്തിന്റെ പൊതുസമൂഹത്തിനും അറിയാൻ താല്പര്യമുള്ള കാര്യം അതാണ്. ജേക്കബ് തോമസ് വിജിലൻസിലോ ഫയർഫോഴ്സിലോ പോലീസ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷനിലോ ഒക്കെ ഇരുന്ന് ചെയ്ത തെറ്റെന്താണ്? വളരെ വ്യക്തമല്ലേ അദ്ദേഹം. ഞാൻ നേരത്തെ ഈ മാധ്യമങ്ങളോട് സംസാരിച്ചു എന്നുള്ള കാര്യം അത് നമുക്ക് ഒഴിവാക്കാം. ശരി, അതിൽ ചട്ടലംഘനമുണ്ടോ ഇല്ലയോ എന്നുള്ള തർക്കവും വേണ്ട. അതല്ലാതെ പോലെയല്ല, അദ്ദേഹം ഒരു ശിക്ഷിത സേനയുടെ തലപ്പത്തിരിക്കുന്നയാള് സംസാരിക്കുന്നതിന് പരിമിതിയുണ്ട്. സ്ഥലം മാറ്റം ഒരു ശിക്ഷയല്ല. സ്ഥലം മാറ്റം ആവർത്തിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അത് മാധ്യമങ്ങളോടല്ല പറയേണ്ടത്. അദ്ദേഹത്തിന് കോടതിയും ട്രൈബ്യൂണലും ഉണ്ട്. അല്ല, മുഖ്യമന്ത്രിയാണ് ശ്രീ സണ്ണി ജോസഫ് സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കിയത് കൊണ്ടാണ് ഈ ഉദ്യോഗസ്ഥനെ മാറ്റിയത് എന്ന് പറഞ്ഞത്. സ്ഥലം മാറ്റം ശിക്ഷയല്ല എന്ന് വേണമെങ്കിൽ ആ മാധ്യമ സമ്മേളനത്തിൽ മുഖ്യമന്ത്രിക്ക് വിശദീകരിക്കാമായിരുന്നു. സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കിയത് കൊണ്ടാണ് ഈ ഉദ്യോഗസ്ഥനെ മാറ്റിയത് എന്ന് പറയുകയും സ്ഥലം മാറ്റം ശിക്ഷയല്ല എന്ന് പറയുകയും ചെയ്താൽ അത് ഒരുമിച്ച് പോകില്ല. വേറെ ജോലിയുണ്ട്, ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നതിന് പരിമിതിയുണ്ട്. ഇതിനായിട്ട് വാർത്താ സമ്മേളനം വിളിക്കലോ പ്രസംഗിക്കലോ അല്ല മുഖ്യമന്ത്രിയുടെ ജോലി. അല്ല, മുഖ്യമന്ത്രി ക്യാബിനറ്റ് ബ്രീഫിംഗിൽ പറഞ്ഞത്, ഖണ്ഡിതമായി പറഞ്ഞത്, സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കിയത് കൊണ്ടാണ് ഈ ഉദ്യോഗസ്ഥനെ മാറ്റിയത് എന്നുള്ളതാണ്. വേണമെങ്കിൽ മുഖ്യമന്ത്രിക്ക് പറയാമായിരുന്നു അത് ഭരണപരമായ ഒരു തീരുമാനമാണ്, സർക്കാരിന് അത് എടുക്കാം എന്ന് പറയാമായിരുന്നു. അത് അദ്ദേഹം പറഞ്ഞില്ല എന്ന് മാത്രമല്ല, ഇതൊരു ശിക്ഷണ നടപടിയാണെന്ന് അസന്നിഗ്ധമായി മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. അവിടെയാണ് ഞാൻ ചോദിക്കുന്നത്, എന്താണ് തെറ്റ് എന്ന്. അത് അദ്ദേഹത്തിന്റെ ഒരു ഡിസിപ്ലിന് യോജിച്ചതല്ല. അതിന് തന്നെ നോട്ടീസ് അയച്ചു. ആ നോട്ടീസിന് തൃപ്തികരമായ മറുപടി അല്ല കൊടുത്തിട്ടുള്ളത്. അല്ല, ഞാൻ ഈ മാധ്യമങ്ങളോട് സംസാരിച്ച കാര്യമല്ല ചോദിക്കുന്നത്. മുഖ്യമന്ത്രി സെപ്റ്റംബർ 17 പത്രസമ്മേളനത്തിൽ എന്തുകൊണ്ട് ജേക്കബ് തോമസിനെ മാറ്റി എന്ന ചോദ്യത്തിന്റെ ഉത്തരം പറഞ്ഞതിനെ കുറിച്ചാണ്. അല്ല, അതൊക്കെ ഒരു പത്രസമ്മേളനത്തിൽ ഉത്തരവൊന്നും ഇതിന്റെ അകത്ത് ഫുൾ ടെസ്റ്റായിട്ട് കണക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ ചോദ്യത്തിനൊരു ആൻസറിനേ ഉള്ളൂ. ഇത് ചീഫ് സെക്രട്ടറി കൊടുത്തിട്ടുള്ളതാണ് നോട്ടീസ്, അത് റൈറ്റിംഗിൽ കൊടുത്തിട്ടുള്ളതാണ്. അതിന് അദ്ദേഹത്തിന് മറുപടി കൊടുക്കാം. പത്രസമ്മേളനത്തിലെ ഏതെങ്കിലും ഒരു ചോദ്യത്തിന്റെ ഒരു ആൻസറിനെ കയറി പിടിച്ചൊന്നും ഈ കാര്യം ഡിസ്റ്റ് ചെയ്യാൻ ആരംഭിക്കണ്ട. ഒരു ആൻസർ അല്ല ശ്രീ സണ്ണി ജോസഫ്, അദ്ദേഹം വളരെ വിശദമായി അത് പറഞ്ഞിട്ടുണ്ട്. പിറ്റേ ദിവസത്തെ എല്ലാ പത്രങ്ങളും ആ മുഖ്യമന്ത്രിയുടെ വാർത്താസമ്മേളനം വളരെ വിശദമായി കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ ഒരു വാചകം ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥനെയും വെച്ച് ഈ സർക്കാരിന് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുകൂടിയാണ്. ശ്രീ VS സുനിൽകുമാർ, താങ്കളുടെ ഊഴം. അതായത്
ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ഇതൊരു ശിക്ഷണ നടപടിയാണ് എന്ന് അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറയുന്നതിന് തൊട്ടു മുമ്പ് ജേക്കബ് തോമസിന്റെ സ്ഥലം മാറ്റത്തെപ്പറ്റി ആഭ്യന്തര വകുപ്പ് മന്ത്രി പറഞ്ഞതെന്താ, ഇത് സാധാരണമായ ഒരു ഭരണനിർവഹണത്തിന്റെ ഭാഗമായിട്ടുള്ള മാറ്റം മാത്രമാണെന്നാണ്. അപ്പൊ ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രി രണ്ട് അഭിപ്രായം അവിടെ രേഖപ്പെടുത്തുകയുണ്ടായി. വാസ്തവത്തിൽ ഇദ്ദേഹത്തിനെതിരെ ശിക്ഷണ നടപടിയാണെങ്കിൽ അദ്ദേഹം ചെയ്ത തെറ്റാണെന്ന് എന്താണെന്ന് ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ലെന്ന് മാത്രമല്ല, ഇവിടെ ഗവൺമെന്റ് ആണ് ഇവിടെ ചട്ടം ലംഘിച്ചിരിക്കുന്നത്, ഗവൺമെന്റ് ആണ് നിയമം ലംഘിച്ചിരിക്കുന്നത്. ഗവൺമെന്റ് നിയമം ലംഘിക്കാൻ അല്ല, ഞാൻ ചോദിക്കട്ടെ, ഒരു മന്ത്രി മാത്രം മതിയോ ഈ ഗവൺമെന്റ് ഭരിക്കാൻ? ഗവൺമെന്റ് എടുക്കുന്ന തീരുമാനങ്ങൾ ചട്ടങ്ങൾ വിരുദ്ധമാണ്, ചട്ടത്തിന് വിരുദ്ധമാണോ നിയമപരമാണോ എന്ന് പരിശോധിക്കുന്ന ആരാ? അത് ഉദ്യോഗസ്ഥന്മാരാണ്. ആ ഉദ്യോഗസ്ഥന്മാരോട് ചട്ടവിരുദ്ധമായി നിയമവിരുദ്ധമായി കാര്യങ്ങൾ ചെയ്യണം എന്ന് രാഷ്ട്രീയ നേതൃത്വത്തിലിരിക്കുന്ന ഭരണാധികാരികൾ നിർബന്ധിക്കുമ്പോൾ, ആ ഉദ്യോഗസ്ഥൻ അതിന് വിസമ്മതിക്കുമ്പോൾ, ആ ഉദ്യോഗസ്ഥനെതിരെ താപ്പ് കിട്ടുമ്പോൾ നടപടിയെടുക്കാൻ വേണ്ടി അദ്ദേഹം പത്രസമ്മേളനം നടത്തിയെന്നൊരു പേരും പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ശത്രുവാക്കി നിർത്തി ജനങ്ങൾക്ക് മുമ്പാകെ അപഹസിക്കുമ്പോൾ ഒരു ഉദ്യോഗസ്ഥന് ചെയ്യാൻ കഴിയാവുന്ന വളരെ നിസ്സാരമായ ഒരു കാര്യം മാത്രമേ ജേക്കബ് തോമസ് ചെയ്തിട്ടുള്ളൂ. അദ്ദേഹം ജനങ്ങളിത് അറിയട്ടെ എന്ന് കരുതി തന്നെയാണ് അദ്ദേഹം പത്രക്കാരോട് സെല്ലോ ടേപ്പ് വെച്ച് വന്നതും സംസാരിച്ചതുമെല്ലാം. അദ്ദേഹം നിയമവിരുദ്ധമായ ഒരു കാര്യം പറഞ്ഞിട്ടില്ല, ഗവൺമെന്റിനെ അധിക്ഷേപിച്ചിട്ടില്ല, മന്ത്രിമാരെ അധിക്ഷേപിച്ചിട്ടില്ല. അദ്ദേഹം നിയമത്തെപ്പറ്റി, നീതിന്യായ വ്യവസ്ഥയെപ്പറ്റി, സത്യത്തെപ്പറ്റി മാത്രമേ അദ്ദേഹം സംസാരിച്ചിട്ടുള്ളൂ. ഒരു ഇന്റഗ്രിറ്റിയുള്ള ഉദ്യോഗസ്ഥന്റെ മുമ്പിൽ ചൂളിപ്പോകുന്ന ഇന്റഗ്രിറ്റി ഇല്ലാത്തൊരു സർക്കാരാണ് ഇപ്പൊ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി, അതാണ് താങ്കളുടെ മൂർത്തമായ ആരോപണം. അതിന് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് മറുപടി പറയും. അതിനു മുൻപ് ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ഈ ഉദ്യോഗസ്ഥന്റെ വാർത്താ സമ്മേളനത്തിലെ അല്ലെങ്കിൽ മാധ്യമങ്ങൾ ചോദിച്ചപ്പോഴുള്ള പരാമർശങ്ങൾ ചട്ടലംഘനമല്ല എന്ന് അദ്ദേഹത്തിന് സ്ഥാപിക്കാൻ സാധിക്കുമോ? തീർച്ചയായും ഒരു വാചകം എടുത്തിട്ട് സത്യമേവ ജയതേ എന്ന് പറഞ്ഞത് തെറ്റാണോ അല്ലയോ എന്ന് ചോദിച്ചാൽ തെറ്റല്ലായിരിക്കും. പക്ഷേ കോണ്ടെക്സ്റ്റ് വളരെ പ്രധാനമാണല്ലോ. അങ്ങനെ ഇരിക്കെ ഈ ഉദ്യോഗസ്ഥൻ ഷോക്കോസിന് കൃത്യമായി മറുപടി കൊടുത്ത് ഈ അച്ചടക്ക നടപടിയിൽ നിന്ന് ഒഴിവാകാൻ കഴിയുന്ന ഒന്നാണ്. അദ്ദേഹത്തിന് അത് സാധിക്കുമെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അല്ല, ശ്രീ CP നായർ പറഞ്ഞതുപോലെ ഇതൊരു വാർത്താ സമ്മേളനമായിരുന്നില്ല. വാർത്താലേഖകർ അദ്ദേഹത്തോട് സാന്ദർഭികമായി വഴിയിൽ വെച്ച് മാർഗമധ്യേ ചോദിച്ച ചില ചോദ്യങ്ങൾക്ക് അദ്ദേഹം വളരെ മിതമായി സംയമനത്തോടെ ഉത്തരം നൽകി എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ വന്നിരിക്കുന്നത് അതിൽ എന്താണ് തെറ്റ്, എന്താണ് കുറ്റം, എനിക്കെതിരെയുള്ള കുറ്റം എന്താണ് എന്നത് ചരിത്രത്തിലെ വളരെ പ്രസിദ്ധമായ ഒരു ചോദ്യമാണ്. ആ ചോദ്യം ചോദിച്ചത് തന്നെ വിചാരണ ചെയ്ത ന്യായാധിപനോട് യേശു ക്രിസ്തു ആയിരുന്നു. ഇപ്പോഴും ആ ചോദ്യമാണ്, എന്താണ് കുറ്റം? അതാണല്ലോ അദ്ദേഹത്തിന്റെ. അപ്പോൾ അത് മുഖ്യമന്ത്രിയെ പരിഹസിക്കുന്നതാണോ സർക്കാരിനെ പരിഹസിക്കുന്നതാണോ എന്നൊക്കെ അവർക്ക് തോന്നുന്നത് അവരുടെ നിലപാട് അതായതുകൊണ്ടാണ്. ഇവിടെ നിയമത്തോട് പ്രതിജ്ഞാബദ്ധമായി പ്രവർത്തിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ, അതിപ്പോൾ രണ്ട് കാര്യങ്ങളാണല്ലോ. ഫയർ ആൻഡ് റെസ്ക്യൂ ഡിപ്പാർട്ട്മെന്റ് അദ്ദേഹത്തെ മാറ്റിയത് എന്തിനു വേണ്ടിയാണ്? അദ്ദേഹം നിയമാനുസൃതം പ്രവർത്തിച്ചതുകൊണ്ടാണ്. ആ നിയമം പൊതുജനങ്ങൾക്ക് അസൗകര്യം ഉണ്ടാക്കുന്നു എന്ന് മുഖ്യമന്ത്രിക്ക് ബോധ്യമുണ്ടെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ടിയിരുന്നത് ആ നിയമത്തിൽ മാറ്റം വരുത്തുകയായിരുന്നു, ഉദ്യോഗസ്ഥരെ മാറ്റുകയല്ല ചെയ്യേണ്ടിയിരുന്നത്. ഇവിടെ ഇപ്പോൾ സത്യമേവ ജയതേ എന്ന് പറഞ്ഞു, അത് സർക്കാരിനെ പരിഹസിച്ചു, അല്ലെങ്കിൽ ടേപ്പ് കാണിച്ചു, അത് സർക്കാരിനെ പരിഹസിച്ചു എന്നൊക്കെ വ്യാഖ്യാനിച്ചാൽ ഒരു മുതിർന്ന സീനിയറായിട്ടുള്ള DGP പദവിയിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥന് ഷോക്കോസ് നോട്ടീസ് നൽകുന്നത് ഇത്തരം ഫ്ലിംസി ആയ ബാലിശമായ കാരണങ്ങൾ മുൻനിർത്തിയാണെങ്കിൽ ഈ സർക്കാരിന്റെ പോക്ക് വലിയ അപകടത്തിലാണ്. ജേക്കബ് തോമസിനെ സംബന്ധിച്ച് ഞാൻ അറിയുന്നിടത്തോളം അദ്ദേഹം സർവീസിൽ യൂണിഫോം ഇട്ട കാലത്തേക്കാൾ കൂടുതൽ യൂണിഫോം ഇടാതിരുന്ന കാലമാണ്. സ്ഥലം മാറ്റം അദ്ദേഹത്തിന് പ്രശ്നമല്ല എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വിഷയമല്ല ഇവിടെ ഉള്ളത്. ജേക്കബ് തോമസിനെ നമുക്ക് മാറ്റി നിർത്താം. സത്യസന്ധനായ നിയമത്തോട് പ്രതിബദ്ധതയുള്ള ഒരു ഉദ്യോഗസ്ഥന് സ്വതന്ത്രമായി മനസാക്ഷിക്കനുസൃതമായി പ്രവർത്തിക്കാൻ കേരളത്തിൽ സാഹചര്യമുണ്ടോ ഇല്ലയോ എന്നതാണ് പ്രസക്തമായ ചോദ്യം. ശ്രീ ജോസഫ് സി മാത്യു, ഇന്ന് VS അച്യുതാനന്ദൻ ദുർഭരണത്തിനെതിരെ പ്രതികരിക്കുന്ന ഉദ്യോഗസ്ഥനെ സർവാത്മന പിന്തുണയ്ക്കും എന്നറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഈ ഉദ്യോഗസ്ഥന് യൂണിഫോം ഇല്ലായിരുന്നു എന്നുള്ളത് വേറെ കാര്യം. പക്ഷെ എൻ്റെ ചോദ്യം അതല്ല. കേരളത്തിൽ അഴിമതിയും ദുർഭരണവും ഉണ്ട് എങ്കിൽ അഴിമതി വിമുക്തമാക്കേണ്ടത് ഒരു ഭരത്ചന്ദ്രൻ IPS ആണോ? അല്ല അഭിലാഷേ, ആ ഒരു ചോദ്യത്തിന് പ്രസക്തിയില്ല. ഒന്ന്, ഒരു ഉദ്യോഗസ്ഥനല്ല, അദ്ദേഹത്തിന്റെ ആക്ഷൻസിനെയാണ് പിന്തുണയ്ക്കുക. ഇതേ ഉദ്യോഗസ്ഥൻ നാളെ മറ്റൊന്ന് ചെയ്താൽ അദ്ദേഹത്തെ എതിർക്കുകയും ചെയ്യേണ്ടി വരും. ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് പറഞ്ഞാൽ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യും. കാര്യം ഗവൺമെന്റ് ഈസ് ഹെൽ ബൗണ്ട് എന്ന് പറയുന്ന പോലെ അതിന് തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ്. അതിലാണ് അവരുടെ മാനം നിൽക്കുന്നത് എന്നുള്ള രീതിയിലാണല്ലോ സർക്കാർ പ്രതിനിധികളെല്ലാം പ്രതികരിക്കുന്നത്. ഇതിനുശേഷം 2 മാസം കഴിയുമ്പോൾ ഈ ശമ്പളത്തോടുകൂടി വിത്ത് ഇൻട്രസ്റ്റ് ശമ്പളം കൊടുത്ത് തിരിച്ചെടുക്കും. നഷ്ടം പൊതുജനങ്ങൾക്ക് മാത്രമായിരിക്കും. കാരണം ഇവർക്കൊരു എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ മറുപടി പറയാനില്ല. ചീഫ് സെക്രട്ടറിക്ക് ആകെപ്പാടെ പറയാവുന്ന ആശ്വാസം ഇപ്പോൾ പറയേണ്ടതില്ലല്ലോ എന്നുള്ളത് മാത്രമാണ്. ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത്
ഈ ഒരു ഉദ്യോഗസ്ഥൻ്റെ മാത്രം വിഷയമല്ല. നമ്മൾ കണ്ടു DGPയും ചീഫ് സെക്രട്ടറിയും തമ്മിലുള്ള പരസ്യമായ പോര് കഴിഞ്ഞ ചീഫ് സെക്രട്ടറിയുടെയും DGPയുടെയും കാര്യത്തിൽ നമ്മൾ കണ്ടു. ഇപ്പോൾ പോലീസ് സേനയുടെ തലപ്പത്തുള്ള 3 DGPമാർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം പരസ്യമായി അവർ പ്രതികരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നു. മന്ത്രിമാരും ഇതിനോട് പ്രതികരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ വളരെ നേരിയ ഒരു ഭൂരിപക്ഷം സ്ലോട്ടർ ടാപ്പിംഗ് തുടങ്ങേണ്ടി ഒരു 1-ാം വർഷം മുതലേ അത് ആരംഭിച്ചു. ബാക്കിയുള്ളവർ അതിനോട് കണ്ണടക്കേണ്ടി വന്നു. ഇപ്പോൾ കണ്ണ് തുറക്കാനേ സർക്കാർ ദുർബലമാണ് എന്നുള്ളതാണ് താങ്കളുടെ വിമർശനം. എന്തായാലും ജേക്കബ് തോമസ് എന്ന IPS ഉദ്യോഗസ്ഥൻ കേരളത്തെ പിടിച്ചു കുലുക്കിക്കൊണ്ടേ ഇരിക്കും എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഇന്നത്തെ ഷോക്കോസ് നോട്ടീസിനുള്ള മറുപടിയിൽ വ്യക്തമാണ്. എന്ത് കാരണത്താൽ എനിക്കെതിരെ ഈ നോട്ടീസ് എന്ന് ചീഫ് സെക്രട്ടറിയോട് ആരാഞ്ഞിരിക്കുന്നു പോലീസ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷന്റെ MDയും ചെയർമാനുമായിട്ടുള്ള ജേക്കബ് തോമസ് IPS. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ശ്രീ VS സുനിൽകുമാർ, ശ്രീ ജോസഫ് സി മാത്യു, ശ്രീ സണ്ണി ജോസഫ്.